സുമിത്രാനന്ദൻ പന്ത് ഹിന്ദി സാഹിത്യ ലോകത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കവി. ഹിന്ദി ലിറ്ററേച്ചറിൽ ആദ്യമായി ജ്ഞാൻപീഠ് പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ലിറ്റററി അവാർഡ്സിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡാണ്. അത് ലഭിച്ച സാഹിത്യകാരൻ. പ്രകൃതിയുടെ മടിത്തട്ടിൽ വളർന്ന് പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുകയും അതിനെ തൻ്റെ കവിതയിൽ വളരെയധികം വർണ്ണിക്കുകയും ചെയ്ത കവി. പന്ത് ജനിച്ചതും വളർന്നതും എല്ലാം അൽമോഡ ജില്ലയിൽ. അൽമോഡ ജില്ല എന്ന് പറയുമ്പം ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലാണ്. അതിനടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. വളരെ മനോഹരമാണ്. കസോനി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ അമ്മ മരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പ്രകൃതിയുടെ മടിത്തട്ടിൽ, പ്രകൃതി ആണ് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അദ്ദേഹം സങ്കല്പിച്ചത്. അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ കസോനി ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മിനി സ്വിറ്റ്സർലാൻഡ് ആണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ആ ഒരു സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ജീവിച്ച ഒരു കവിയാണ്. പ്രകൃതിയിൽ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടിരുന്ന ഒരു കവിയാണ്. സ്ത്രീയുടെ സൗന്ദര്യത്തെക്കാളും സാമീപ്യത്തെക്കാളും പ്രകൃതിയെ സ്നേഹിച്ച ഒരു കവിയാണ്. ആജീവനാന്തം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അത് എന്താണെന്നറിയില്ല. പക്ഷേ ആജീവനാന്തം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരൊരു ഫെമിനിൻ ടച്ചാണ്, ഇല്ലേ, സുമിത്രാനന്ദൻ പന്ത്. അപ്പോൾ ബാല്യകാലത്ത് ഞാൻ വിചാരിക്കുമായിരുന്നു ഇതൊരു ലേഡി റൈറ്ററാണെന്ന്. സുമിത്രാനന്ദൻ പന്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ മുടി അതുപോലെയാണ്, സ്ത്രീകളെ പോലെ. അത് പറയപ്പെടുന്നത് അദ്ദേഹം ഗൊസായിദത്ത് എന്നായിരുന്നു ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പേര്. 7-8 വയസ്സുള്ളപ്പം സ്വയം പേര് മാറ്റി. അപ്പോൾ നോക്കി ആ ഒരു ആളിൻ്റെ ആ ഒരു ഇമാജിനേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു സർഗശക്തിയും. ഗൊസായിദത്ത് എന്നുള്ള പേര് മാറ്റി സുമിത്രാനന്ദൻ പന്ത് എന്നാക്കി. പിന്നീട് കുറേ കാലഘട്ടം ഫെമിനിൻ രീതിയിലുള്ള കവിതകൾ എഴുതുമായിരുന്നു. പിന്നെ നെപ്പോളിയൻ്റെ പടം കണ്ട് നെപ്പോളിയൻ്റെ ആ നീണ്ട മുടി കണ്ട് ആകർഷണയാണ് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആക്കിയത് പോലും. പിന്നീട് ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ സുമിത്രാനന്ദൻ പന്തിനെ പറ്റി പറയാനുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയിൽ TV ആദ്യമായിട്ട് വന്നപ്പോൾ 1980s ഓൾ ഇന്ത്യ റേഡിയോയുടെ ഓഫീസിലായിരുന്നു അത് ആദ്യം അതിൻ്റെ സംപ്രേഷണമൊക്കെ തുടങ്ങിയത്. പിന്നീടാണ് അത് മാറി TVക്ക് വേറൊരു യൂണിറ്റായിട്ട് മാറിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് TV വന്ന സമയത്ത് അതിനൊരു പേര് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് ദൂർദർശൻ എന്ന പേര് കൊടുത്തത്. എന്തിനധികം പറയുന്നത്, നമ്മുടെ ഹിന്ദി സിനിമാ ലോകത്തിലെ ബിഗ് ബി അമിതാഭ് ബച്ചൻ എന്ന പേര് കൊടുത്തത്, അമിതാഭ് എന്ന പേര് കൊടുത്തത് സുമിത്രാനന്ദൻ പന്താണ്. അങ്ങനെ സുമിത്രാനന്ദൻ പന്ത് അത്രയും പ്രശസ്തി ആർജിച്ച് സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ, ജ്ഞാൻപീഠ് പുരസ്കാർ വിന്നർ, അതുപോലെ ഹിന്ദി സാഹിത്യത്തിൽ റൊമാൻറ്റിസിസം, നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നേച്ചർ ലവിങ് പോയിറ്റ്സ് ഉണ്ടല്ലോ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, അതുപോലെ അവരുടെ ആ ഒരു ട്രെൻഡ് ഹിന്ദിയിലും ഛായാവാദിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു മെയിൻ ആൾ ആണ് സുമിത്രാനന്ദൻ പന്ത്. അദ്ദേഹത്തിൻ്റെ ഈ കവിത നോക്ക വിഹാർ വളരെ ഫേമസ് ആണ്. പല യൂണിവേഴ്സിറ്റികളിൽ PG സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ BCom കുട്ടികളാണ്, അതിനെ അത്രയും ഡീപ്പായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു ചാനൽ റിസർച്ച് കുട്ടികളും PG കുട്ടികളും കാണുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഹിന്ദി വേർഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രോ പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ചോളം ഇത്രമാത്രം അറിഞ്ഞാൽ മതി. ഈ കവി ഒരു ബോട്ടിംഗ് അനുഭവത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചയാണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാലാകാങ്കർ എന്ന ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് എന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു, കാലാകാങ്കർ എന്ന് പറഞ്ഞ്. ആ ഒരു കോട്ടയിൽ ഇദ്ദേഹം ഒരു 8-10 വർഷം താമസിക്കുകയുണ്ടായി. ആ കോട്ടയോട് ചേർന്നാണ് ഗംഗാ നദി ഒഴുകിയിരുന്നത്. അപ്പോൾ ഒരിക്കൽ നിലാവുള്ള ഒരു രാത്രിയിൽ വള്ളത്തിൽ ആ ഗംഗാ നദിയിലൂടെ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം, പ്രകൃതിയുടെ ആ സൗന്ദര്യം, അത് കണ്ട് അത്ഭുതപ്പെട്ട കവി. നമ്മളെപ്പോലെയല്ല, കവി ഹൃദയം എന്ന് പറയുമ്പോൾ വളരെയധികം ഇമാജിനേറ്റീവാണ്. അപ്പോൾ ആ മനോഹാരിത അദ്ദേഹം വർണ്ണിക്കുന്നത് ഈ കവിതയിലൂടെയാണ്. അപ്പോൾ ഈ കവിതയിൽ അല്പം സംസ്കൃത് വേർഡ്സിൻ്റെ യൂസേജ് അധികമുണ്ട്. തത്സം ശബ്ദം എന്ന് പറയും. സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്ന വേർഡ്സിൻ്റെ യൂസേജ് അല്പം അധികമുണ്ട്. അപ്പം വേർഡ് ടു വേർഡ് മീനിങ് നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പാസേജിലെ ശബ്ദാർത്ഥം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കവിത അതിൻ്റെ ആസ്വാദനത്തിൻ്റെ ഇടയ്ക്ക് ഓരോ വേർഡ് ടു വേർഡ് മീനിങ് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ വേർഡിൻ്റെ മീനിങ് വേണമെങ്കിൽ അതിലേക്ക് പോകാം. അപ്പം നമുക്കിപ്പം ഈ കവിത ആസ്വദിക്കാം. ഈ കവിത ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ ലെവലും വളരെ ഹൈ ആയിരിക്കണം. നമ്മളും കവിയെ പോലെ തന്നെ കവിയുടെ കൂടെ ആ ബോട്ടിങ്ങിൽ ആ നിലാവുള്ള രാത്രിയിൽ പോകുന്നതായിട്ട് സങ്കല്പിച്ചാലേ നമുക്ക് ആ ഒരു കവി പറയുന്ന കാര്യം ശരിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാലേ ആ ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കവിതയിലേക്ക് പോകാം. ഇപ്പം നിലാവുള്ള രാത്രിയിൽ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന കവി കാണുന്നത് എന്താണ്? ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ അപലക് അനന്ത് നീരവ് ഭൂതൽ. വളരെ ശാന്തമായ അന്തരീക്ഷം, വളരെ ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അവിടെ ജ്യോത്സ്ന എന്ന് പറയുമ്പോൾ നിലാവ്, ചന്ദ്രൻ്റെ ആ ഒരു വെളിച്ചം. ആ നിലാവ് വളരെ സ്നിഗ്ധവും വളരെ ഉജ്ജ്വലവുമായിട്ട് ഇങ്ങനെ പ്രകാശിക്കുകയാണ്. സ്നിഗ്ധം എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ്, ഇങ്ങനെ തെന്നിപ്പോകുന്ന രീതിയിലുള്ള ആ ഒരു നിലാവ്. അതുപോലെ ഉജ്ജ്വൽ, വളരെ നല്ല പ്രകാശം, നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. ഒബ്വിയസ്ലി ഫുൾ മൂൺ നൈറ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു നിലാവുള്ള രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷം, എല്ലായിടവും ആ ഒരു നിലാവ് പരന്നിരിക്കുന്നു. വളരെ ഭംഗിയുള്ളൊരു രാത്രി. അവിടെ എന്താ സംഭവിക്കുന്നത്? അപലക് അനന്ത് നീരവ് ഭൂതൽ. ഭൂതൽ എന്ന് പറയുമ്പോൾ ധർത്തി, നമ്മുടെ ഈ ഭൂമി. ഈ ഭൂമിദേവിയെ അനന്ത് മീൻസ് ആകാശം, അനന്തമായി പരന്നു കിടക്കുന്ന ആകാശം അപലക്ക് നോക്കുകയായിരുന്നു. ആ പലക്ക് എന്ന് വെച്ചാൽ ഇമ വെട്ടാതെ, പലക്ക് എന്ന് പറയുമ്പോൾ ഇമ. അപ്പം ഇമ ചിമ്മാതെ ഈ സൗന്ദര്യം, നിലാവുള്ള രാത്രിയിലെ ഭൂമിയുടെ ഭൂതലിൻ്റെ ആ സൗന്ദര്യം ഈ ആകാശം ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. ആ നക്ഷത്രങ്ങൾ ഇമ ചിമ്മാതെ ഈ ഭംഗി, പ്രകൃതിയുടെ ഈ ഭൂമിദേവിയുടെ ഈ ഒരു ഭംഗി മോളിൽ നിന്നിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലുടനീളം നമുക്ക് ഒരു ഛായാവാദി കാവ്യത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും കാണാൻ പറ്റും. ഛായാവാദി കാവ്യത്തിൽ ഇത് പ്രകൃതി വർണ്ണനം, അതുപോലെ ഹൈ ഇമാജിനേഷൻ, അതുപോലെ തന്നെ പ്രകൃതിയിൽ മനുഷ്യരുടെ ഓരോ വികാരങ്ങളെ ഉൾക്കൊള്ളിച്ച് പറയുക. പെർസോണിഫിക്കേഷൻ എന്ന് പറയും, മാനവീകരണം എന്ന് പറയും. ജഡവസ്തുവാണ്, അതിനെ മനുഷ്യൻ്റെ, ഇപ്പം മോളിൽ നിന്ന് ആകാശം നോക്കുന്നു, ഇമ്മ ചിമ്മാതെ നോക്കുന്നു, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതെല്ലാം ഈ പോയിട്രിയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നോക്ക വിഹാറിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ കവിതയ്ക്ക്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ അപലക് അനന്ത് നീരവ് ഭൂതൽ. വളരെ ശാന്തമായ ആ രാത്രിയിൽ നിലാവിൻ്റെ വെളിച്ചം, ജ്യോത്സ്ന, വളരെ ഉജ്വലും സ്നിഗ്ധമായി ഇങ്ങനെ തെന്നിപ്പോകുന്ന. ആക്ച്വലി നമുക്ക് ജ്യോത്സ്നയെ തൊടാൻ ഒക്കില്ല, നിലാവിനെ തൊടാൻ ഒക്കില്ല, പക്ഷെ അത് അത്രയ്ക്ക് സോഫ്റ്റ് ആണെന്ന് കാണിക്കുകയാണ്. അപലക് അനന്ത് നീരവ് ഭൂതൽ. ഈ ഒരു കാഴ്ചയെ, ഈ മനോഹരമായ കാഴ്ചയെ ഇമ ചിമ്മാതെ ആകാശം മുകളിൽ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ കാണുന്നത്? സൈകത്ത് ശയ്യാപ്പർ ദുഗ്ധധവൽ തൻവങ്കി ഗംഗ ഗ്രീഷ്മ വിരൽ ലേട്ടി ഹേ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ. അവിടെ അവിടെ ആരാണ് ഇങ്ങനെ കിടക്കുന്നത്? ശ്രാന്ത് ക്ലാന്ത് നിശ്ചലായിട്ട്, അനങ്ങാതെ ക്ഷീണിച്ച് ഒരു യുവതി, ക്ഷീണിച്ച് കിടക്കുന്ന ഒരു യുവതിയുടെ ഒരു രൂപത്തിലാണ് കവിക്ക് ഗംഗാ നദി ഒഴുകുന്നത് തോന്നിയത്. അപ്പം ഗംഗയുടെ ആ സമയത്ത് അവസ്ഥ എന്താണ്? തൻവങ്കി ഗംഗയാണ്. തൻവങ്കി എന്ന് പറയുമ്പം വളരെ മെലിഞ്ഞ ഗംഗയാണ്. ഗ്രീഷ്മകാലമായിരുന്നു, ഗ്രീഷ്മ സീസണായിരുന്നു. അതുകൊണ്ട് ചൂട് കാരണം വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് സമ്മർ സീസണായത് കാരണം ഗംഗ വളരെ മെലിഞ്ഞൊഴുകുകയായിരുന്നു. അപ്പോൾ ഗ്രീഷ്മകാലമായിരുന്നു, ഗംഗ അതുകൊണ്ട് വളരെ സ്ലിമ്മായിരുന്നു, തൻവങ്കിയായിരുന്നു. അങ്ങനെ എങ്ങനെ കിടക്കുന്നു? ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ, വളരെ ക്ഷീണിച്ച്. ആ ഒരു ഗ്രീഷ്മകാലിൻ്റെ ഒരു തീവ്രത കാണിക്കാനാണ് പറയുന്നത്. വളരെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഒരു യുവതി കിടക്കുന്ന പോലെയാണ് കവി സങ്കല്പിക്കുന്നത്. എവിടെയാണ് കിടക്കുന്നത്? സൈക്കത്ത് ശയ്യാപ്പർ ദുഗ്ധധവൽ. ആ ശയ്യ എന്ന് പറയുമ്പം ആ കിടക്കുന്ന ആ സ്ഥലം അതെന്താണ്?
ദുഗ്ധധവൽ, നല്ല വെളുത്ത ഈ രണ്ട് സൈഡിലെ നമ്മളിപ്പോൾ സങ്കല്പിക്കേണ്ടത് ഗംഗാ നദി ഒഴുകുന്നു, രണ്ട് സൈഡിലും വെളുത്ത മണൽത്തട്ട്. ആ മണൽത്തട്ടിൽ ഗംഗാനദി ഒരു യുവതിയെ പോലെ, ഒരു സുന്ദരിയായ രമണീയമായ യുവതി ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു പൊസിഷനിലാണ് കവി ആ ഗംഗയെ സങ്കല്പിക്കുന്നത്. ഞാൻ എൻ്റെ എഡിറ്റിംഗ് സ്കില്ല് കൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെയല്ല, ഇവിടെ യുവതി സൈഡിലായിട്ട് കിടക്കുന്നതായിട്ടാണ്. ഈ യുവതി ഗംഗാ നദിയാണ്, നിങ്ങൾ അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു യുവതി കിടക്കുമ്പോൾ നാച്ചുറലി കേർവ്സ് കാണുമല്ലോ, അതാണ് ഗംഗാ നദിയുടെ വളവുകൾ. അത് മെലിഞ്ഞ യുവതിയാണ്, ഗംഗ മെലിഞ്ഞിരിക്കുകയാണ്, കാരണം ഗ്രീഷ്മകാലാണ്. സൈക്കത്ത് ശയ്യാപ്പർ ദുഗ്ധ ധവൽ, ദുഗ്ധ ദൂത്, പാലിനെ പോലെ വെളുത്ത, ധവൽ പാലിനെ പോലെ വെളുത്ത ശയ്യയായിരുന്നു. അത് എന്തിൻ്റെ ശയ്യയായിരുന്നു? ആ സയ്യ സൈക്കത്താണ്. സൈക്കത്ത് എന്ന് വെച്ചാൽ ബാലു, ഈ പൂരി മണ്ണ്, നല്ല പൂരി മണ്ണ്. ആ ഗംഗയുടെ രണ്ട് സൈഡിലും വെളുത്ത കളറിലെ പൂരി മണ്ണായിരുന്നു. അപ്പോൾ അവിടെ ഒരു യുവതി ക്ഷീണിച്ച് കിടക്കുന്ന പോലെ, നിശ്ചലായിട്ട് അനങ്ങാതെ, ശ്രാന്ത് ക്ലാന്ത് എന്ന് വെച്ചാൽ വളരെയധികം ക്ഷീണിച്ച് കിടക്കുന്ന ഒരു യുവതിയെ പോലെയാണ് ഗംഗ കണ്ടത്. ഒന്നുകൂടെ നോക്കാം. ശാന്ത് സ്നിഗ്ധ ജ്യോത്സ്ന ഉജ്വൽ अपलक अनंत नीरव भूतल सैकत शय्या पर दुग्ध धवल तनवंगी गंगा ग्रीष्म विरल लेती है श्रांत क्लांत निश्चल. ആ നിലാവുള്ള രാത്രിയിൽ ആ കാലാകാങ്കർ രാജ്ഭവനിൽ നിന്ന് വള്ളത്തിൽ കവി ഇങ്ങനെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? വളരെ ശാന്തമായ അന്തരീക്ഷം, ജ്യോത്സ്ന നിലാവിൻ്റെ വെളിച്ചം വളരെ നല്ല പോലെ ഇങ്ങനെ എല്ലായിടവും പരന്നു കിടക്കുന്നു. അത് കണ്ട് ആസ്വദിക്കുന്നത് ആരാണ്? ആകാശം. എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അപ്പലക്, ഇമ ചിമ്മാതെ ഈ ഭൂമിയുടെ, ഭൂതലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ കിടക്കുന്നത്? സൈക്കത്ത് ശയ്യാപ്പർ ദുഗ്ധധവൽ, അവിടെ നല്ല വെളുത്ത പൂരിമണ്ണാകുന്ന തിട്ടയിൽ അതൊരു കട്ടിലായിട്ട്, അതൊരു ശയ്യയായിട്ട് കവി സങ്കല്പിക്കുകയാണ്. അവിടെ ആരാണ് കിടക്കുന്നത്? തൻവങ്കി ഗംഗ, മെലിഞ്ഞ ഗംഗ, ആ യുവതി കിടക്കുകയാണ്. അവൾ തൻവങ്കിയാണ്. കാരണം എന്താണ്? ഗ്രീഷ്മ കാരണം അവിടെ വെള്ളം വിരലമാണ്, വളരെ കുറച്ച് വെള്ളമേ ആ സമയത്ത് ഉള്ളൂ. ഗർമികേക്കാരൻ. ലേട്ടി ഹേ ശ്രാന്ത് ക്ലാന്ത് വിശ്രാന്ത്, അവിടെ വളരെ ശാന്തമായിട്ട് ക്ഷീണിച്ച് കിടക്കുന്ന ഗംഗ. താപസ് ബാല ഗംഗാ നിർമ്മൽ, എന്നിട്ട് കവി ആ യുവതിയെ താപസ ബാലയായിട്ട് ഉപമിക്കുകയാണ്. താപസ് ബാല എന്ന് വെച്ചാൽ തപസ്വിനി യുവതി, വളരെ തപസ്വിനിയുടെ ഒരു ഇത് പ്യൂരിറ്റിയാണ്, ചാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ വളരെ പ്യുവറായിട്ടുള്ള, വളരെ നിഷ്കളങ്കയായിട്ടുള്ള യുവതിയാണ് താപസ് ബാല. वो गंगा निर्मल है तापस बाला है ശശിമുഖ സേ ദീപിത്, അവിടെ മുഖം എങ്ങനെയായിരുന്നു? ശശിമുഖ്, ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇല്ലേ? ചന്ദ്രനെ പോലുള്ള മുഖമുള്ളവൾ, ചന്ദ്രമുഖി, നമ്മൾ ഒരുപാട് കവികൾ ഉപയോഗിക്കുന്നതാണ്, മുഖം ചന്ദ്രനെ പോലുള്ളവൾ. അപ്പോൾ അവളുടെ ആ ഒരു മുഖം, അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് മുകളിൽ ഫുൾ മൂൺ നൈറ്റാണ്, ആ ഫുൾ മൂണിൻ്റെ റിഫ്ലക്ഷൻ താഴെ ഗംഗയുടെ വെള്ളത്തിലടിക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂണിൻ്റെ റിഫ്ലക്ഷൻ വരുന്നിടം ഗംഗയുടെ മുഖമായിട്ടാണ് സങ്കല്പിക്കുന്നത്. എന്നിട്ട് മൃദു കരത്തൽ, കര എന്ന് വെച്ചാൽ കരങ്ങൾ, ആ മൃദുമായ കരങ്ങളിൽ ശിരസിനിങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഈ മാതിരി ഇങ്ങനെ ഈ പൊസിഷനിൽ ഗംഗ കിടക്കുകയാണ്. ലഹരേ ഉർപർ കോമൽ കുന്തൽ, അതുപോലെ അവിടെ കുന്തൽ എന്ന് വെച്ചാൽ കേശഭാരം, മുടി, ആ മുടി ഇങ്ങനെ നെഞ്ചത്തോട്ട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ നെഞ്ച്, ഹൃദയം, നെഞ്ചിരിക്കുന്ന ഭാഗം. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മുടി, ഈ വെള്ളത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ അനങ്ങുമ്പം അവിടെ കേളി ഹെയർ ഇങ്ങനെ നെഞ്ചിലോട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെ തോന്നും. ഗോരേ അങ്കോം പർ സിഹർ സിഹർ ലഹരാത്ത താര തരൽ സുന്ദർ, അവിടെ ആ ഗോരേ അങ്ക്, വെളുത്ത ആ ഒരു ശരീരത്തിൽ സിഹർ സിഹർ, ലഹരെ എങ്ങനെ സിഹർന, ആ തിരമാലകൾ അടിക്കുമ്പം ഇങ്ങനെ അവിടെ വസ്ത്രം ഇങ്ങനെ ആടുന്ന പോലെ തോന്നും. ചഞ്ചൽ അഞ്ചൽ സാ നീലാംബർ, എങ്ങനത്തെ വസ്ത്രം? നീലാംബർ, ആകാശത്തിൻ്റെ ആ ബ്ലൂ കളറിലെ റിഫ്ലക്ഷൻ ഈ യുവതിയുടെ ശരീരത്തിൽ അടിക്കുകയും അവൾ ഉടുക്കുന്ന ആ ഒരു സാരി, അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇങ്ങനെ അനങ്ങുന്ന പോലെയാണ് ആ വെള്ളം, ആ വെള്ളം ഇങ്ങനെ തിരമാലകളായിട്ട് അനങ്ങുമ്പോൾ തോന്നുന്നത്. സാടി കി സികുഡൻ സി ജിസ് പർ
ശശി കി രേഷ്മി വിഭാസേ ഭർ സിംട്ടി ഹേ വർത്തുൽ മൃദുൽ ലഹർ. അതുപോലെ ഒരു സാരി ഉടുത്ത യുവതി ഈ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നാച്ചുറലി കേർവ്സ് വരും, ആ സാരിയുടെ ആ ചുളിവുകൾ വരും. അപ്പോൾ ഇവിടെ ആ ഒരു ശശി കി രേഷ്മി വിഭ, ചന്ദ്രൻ്റെ ആ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വെള്ളം ഇങ്ങനെ അനങ്ങുമ്പോൾ തോന്നുന്നത് എന്താണ്? അവളുടെ സാരിയുടെ ചുളിവുകളായിട്ടാണ് തോന്നുന്നത്. സിംട്ടി ഹേ വർത്തുൽ മൃദുൽ ലഹർ. വർത്തുൽ എന്ന് വെച്ചാൽ ഗോളാകാരത്തിൽ ഇങ്ങനെ കേർവ്സ് പോലെ. അത് ഈ വെള്ളം ഇങ്ങനെ അനങ്ങുമ്പം ഈ കേർവ്സ് പോലെ തോന്നുന്നത്, കവിക്ക് തോന്നുന്നത് ആ കിടക്കുന്ന യുവതിയുടെ സാരിയുടെ ചുളിവുകളാണെന്ന് തോന്നും. അപ്പോൾ ഇവിടെ ഒരു ജഡമായ വസ്തു ഗംഗയെ ഒരു രമണീയമായ സുന്ദരി യുവതിയായിട്ട് കവി സങ്കല്പിക്കുകയാണ്. ആ നിലാവുള്ള വെളിച്ചത്തിൽ ആ യുവതി ക്ഷീണിച്ച് ഇങ്ങനെ, ചന്ദ്രനെ പോലെ മുഖമുള്ള ആ യുവതി ക്ഷീണിച്ചിങ്ങനെ തൻ്റെ മൃദു കരങ്ങളിൽ തൻ്റെ ശിരസിന് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ കിടക്കുന്ന ആ യുവതിയുടെ മുടി എന്താണ്? ഈ തിരമാലകളാണ്. അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ അനങ്ങുമ്പം അവിടെ കേളി ഹെയർ ഇങ്ങനെ അനങ്ങുന്ന പോലെ തോന്നും. അതുപോലെ ആ നീലാംബർ, നീല കളറിലെ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ അവിടെ നീല വസ്ത്രം പോലെ തോന്നും. അതിൽ ഉണ്ടാവുന്ന ചുളിവുകൾ അവളുടെ സാരി ചുളുന്നതിൻ്റെ ചുളിവാണെന്നായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്കിതിൻ്റെ അനോട്ടേഷൻസ് ഒന്നുമില്ല, നിങ്ങൾ BCom ആയതുകൊണ്ട് ഇതിനെ ആകെ മൊത്തം ഇതെന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പോൾ അത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ മീനിങ്സ്, ഓരോ വേർഡ്സിൻ്റെ മീനിങ്സും ഉണ്ട്. അപ്പം നിങ്ങളിതിൻ്റെ ആകെ മൊത്തം ഒരു ഔട്ട്ലൈൻ അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സുമിത്രാനന്ദൻ പന്തിൻ്റെ നൗകാവിഹാർ എന്ന കാവ്യമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്, രണ്ടാമത്തെ പദ്യാംശമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ടിൽ കണ്ട് നിലാവുള്ള രാത്രിയിൽ ഒരു നൗകാവിഹാർ, ഒരു ബോട്ടിങ്ങിന് ഇറങ്ങിയ കവി താൻ കാണുന്ന പ്രകൃതിയുടെ ആ മനോഹാരിത കവിതയിലൂടെ നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ചതാണ്. താൻ കണ്ട ആ പ്രകൃതിയുടെ മനോഹാരിത അതാണ് ആ കാവ്യത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. വളരെയധികം സാൻസ്ക്രിത് വേർഡ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആ പാസേജിൻ്റെ ഒരു അർത്ഥം മനസ്സിലായി കഴിഞ്ഞ് ആ വേർഡ്സിൻ്റെ മീനിങ് കൂടെ നോക്കി നോക്കി പോയാലേ അത് പിന്നീട് ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ പാസേജിൽ നമ്മൾ കണ്ട് ഗംഗ ഒരു യുവതിയെ പോലെ, എങ്ങനത്തെ യുവതിയാണ്? ഒരു തപസ്വിനി യുവതിയെ പോലെ. ആ പ്യൂരിറ്റിയാണ് അതിൽ കാണിക്കുന്നത്. വളരെ ക്ഷീണിച്ച് കിടക്കുന്ന ഒരു ഗംഗ, അവിടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. ആ ഒരു ഗംഗയുടെ, ആ ഒരു ഭൂമിയുടെ ആ സൗന്ദര്യം മുകളിൽ നിന്ന് ആകാശം ഇമ വെട്ടാതെ ആസ്വദിക്കുന്നു. പിന്നീട് ആ കാവ്യം പോകുന്ന ഇങ്ങനെയാണ്: ചാന്ദിനി രാത് കാ പ്രഥം പ്രഹർ ഹം ചലേ നാവ് ലേക്കർ സത്വർ. ചാന്ദിനി രാത്തായിരുന്നു, നേരത്തെ പറഞ്ഞു. നിലാവുള്ള രാത്രിയിലെ പ്രഥം പ്രഹറായിരുന്നു, ആദ്യത്തെ യാമമാണ്, തുടങ്ങിയതേ ഉള്ളൂ ആ നിലാവുള്ള രാത്രി. തോ ഹം ചലേ നാവ് ലേക്കർ സത്വർ, ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ വള്ളം എടുത്തുകൊണ്ട് സത്വർ. സത്വർ എന്ന് വെച്ചാൽ വളരെ ശീഘ്രം, വളരെ ധൃതിക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ അങ്ങ് ഞങ്ങളുടെ മനസ്സങ്ങ് വെമ്പൽ കൊള്ളുമായിരുന്നു. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വള്ളം എടുത്ത് സത്വർ ഞങ്ങൾ ആ ഒരു ചാന്ദിനി രാത്തിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നൗകാവിഹാറിൽ ഇറങ്ങി. അപ്പോൾ എന്താണ് ആ കാഴ്ച കാണുന്നത്? സിക്താക്കി സസ്മിത് സീപി പർ മോത്തിക്ക് ജ്യോത്സ്ന രഹി വിച്ചർ. ആ നിലാവുള്ള രാത്രിയിൽ ഗംഗയുടെ ആ ഒരു ഓരങ്ങൾ, അതിനെ രണ്ട് വശവും ഗംഗാ കിനാര, അതെങ്ങനെയാണ് കാണുന്നത്? സിക്ത എന്ന് വെച്ചാൽ പൂരിമണൽ, ബാലു, പൂരിമണൽ എന്ന് പറയും നമ്മൾ. വെളുത്ത തിട്ടകളായിരുന്നു ഗംഗയ്ക്ക്. അതിങ്ങനെ സസ്മിത്ത് സീപ്പിക്ക് തരം. സീപ്പി എന്ന് പറയുമ്പം ഈ ചിപ്പി, നമ്മളറിയില്ലേ ചിപ്പിക്കകത്ത് മുത്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഈ ചിപ്പി, ചിരിക്കുന്ന ചിപ്പി, സസ്മിത്ത്, വളരെ സുസ്മേയവതയായ ഒരു ചിപ്പിയുടെ പാതി തുറന്ന മുഖത്തിൻ്റെ അകത്തെന്താ നമുക്ക് കാണുന്നത്? മുത്ത് കാണപ്പെടുന്നു, വളരെയധികം പ്രകാശമാനായ പേള് കാണപ്പെടുന്നു. അതുപോലെയാണ് ഈ ഗംഗയുടെ രണ്ട് വശവും ആ ഓരങ്ങൾ സീപ്പി പോലെ, ആ ചിപ്പിയുടെ പാതി തുറന്നിരിക്കുന്ന, അങ്ങനെ നമ്മൾ സങ്കല്പിക്കണം. നടുക്ക് ഈ ഒഴുകുന്ന ഗംഗ, ഗംഗയുടെ അകത്ത് ചന്ദ്രൻ്റെ പ്രതിബിംബം നല്ലപോലെ റിഫ്ലക്ഷൻ വീഴുമ്പോൾ അത് ആ ചിപ്പിക്കകത്തുള്ള മുത്തുപോലെ കവിക്ക് തോന്നുന്നു.
ലോ പാലേ ചെടി ഉഠാ ലങ്കർ. ഇതാ നോക്കൂ, പാലേ ചെടി. പാലയെന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടത്തെ വള്ളത്തിലൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ മാസ്റ്റ് കെട്ടും. കാരണം ഇങ്ങനെ കാറ്റിൻ്റെ ആ ഡയറക്ഷനിൽ വള്ളത്തിനെ മുന്നോട്ട് നീങ്ങാൻ, അപ്പം അധികം തുഴയണ്ട. ഈ ഒരു തുണി ആ കാറ്റിനെ തടഞ്ഞു നിർത്തി പിന്നെ ആ ഫോഴ്സിൽ വള്ളം മുന്നോട്ട് പോകും. അത് എല്ലാം നിവർത്തി. കാരണം ഒരു വള്ളം യാത്രയ്ക്ക് റെഡി ആകുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ നിവർത്തുന്നത്. ഉഠാ ലങ്കർ. ലങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ വള്ളത്തിനെ നമ്മൾ കുറ്റിയടിച്ച് ഇങ്ങനെ നിർത്തും, അല്ലേ വെള്ളം ഒഴുകി പോകത്തില്ലേ. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതെല്ലാം ഊരി ലങ്കറൊക്കെ എടുത്തു. മൃദു മന്ദ മന്ദ മന്ധർ മന്ധർ ലഘു തരണി ഹംസിനി സി സുന്ദർ. ആ സമയത്ത് എനിക്ക് ആ നൗക, ആ ഒരു വള്ളത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ഒരു മനോഹരമായ ഒരു സുന്ദരിയായ ഒരു അരയന്നം ഇങ്ങനെ ഹംസിനി ഒഴുകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ചിറകുകൾ രണ്ടും ഇങ്ങനെ വിടർത്തി വളരെ മന്ധർ മന്ധർ, വളരെ മെല്ലെ മെല്ലെ, മൃദു മന്ദ മന്ദ്, വളരെ സ്ലോലി, സൗന്ദര്യപൂർണമായ ഒരു സുന്ദരിയായ ഒരു ഹംസിനി ഇങ്ങനെ ഒഴുകുന്ന പോലെയാണ് എനിക്ക് ആ വള്ളത്തിനെ സങ്കല്പിക്കാൻ പറ്റിയത്. അപ്പം കവിയുടെ ഇമാജിനേഷൻ, എന്ത് കണ്ടാലും പ്രകൃതിയിലെ ഏതിലും ഒരു സൗന്ദര്യം കണ്ടെത്തുന്ന ഒരു കവിക്ക് ആ നിലാവുള്ള രാത്രിയിൽ, അത്രയും മനോഹരമായ നിലാവുള്ള രാത്രിയിൽ ഈ വള്ളം ഇങ്ങനെ ഒഴുകുന്ന കണ്ടപ്പം അതൊരു ഹംസിനിയെ പോലെ തോന്നി. कैसे तिर रही ഖോൽ പാലോं के पर. पर എന്ന് വെച്ചാൽ ചിറക്. ഈ ഹംസിനിക്ക് എങ്ങനെ ചിറകാണോ അതുപോലെയാണ് ഈ ഈ പാൽ ഹിന്ദിയിൽ ഉദ്ദേശിക്കുന്നത് ആ തുണി ഞാൻ പറഞ്ഞില്ലേ, വള്ളത്തിൻ്റെ മുകളിൽ കെട്ടുന്ന ആ മാസ്റ്റ്, ആ വെള്ളത്തുണി. നിശ്ചൽ ജൽ കെ ശുചി ദർപ്പൺ പർ ബിംബിത് ഹോ രജത പുലിന നിർഭർ. അതിനുശേഷം ആ ജലത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ക്ലിയർ ജൽ, വളരെ ക്ലീൻ സ്വച്ഛ ജൽ. എത്രമാത്രം ക്ലിയറാണ്. ശുചി ദർപ്പൺ, ഒരു മിററിൻ്റെ അത്രയും ക്ലിയർ. എന്ന് വെച്ചാൽ നമ്മുടെ മുഖം നോക്കിയാൽ അങ്ങോട്ട് ആ വെള്ളത്തിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണാം, അത്രയ്ക്ക് പ്യുവർ വാട്ടർ. ഉസ് പർ ബിംബിത് ഹോ രജത പുലിന നിർഭർ. അതിൽ ആ ഗംഗയുടെ ആ രണ്ട് ഓരങ്ങൾ, ആ തട്ട്, എന്താ പറയുക, ഗംഗയുടെ ആ ഒരു കിനാര, ആ ഒരു തട്ട് രണ്ട് സൈഡിലെയും മണൽത്തിട്ട, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ മിററിനെ പോലെ ക്ലീനായിട്ടുള്ള ഗംഗാജലത്തിൽ അടിക്കുമ്പം എങ്ങനെയാണ് കവിക്ക് തോന്നുന്നത്? ദുഹരേ ഊഞ്ചേ ലഗത്തെ ഷൺഭർ. ഷൺഭർ കെലിയെ, അല്പനിമിഷത്തേക്ക് എനിക്ക് അത് ഡബിൾ ഹൈറ്റ് പോലെ തോന്നും. നമുക്ക് ഈ വെള്ളത്തിൽ നമുക്കറിയാം ഈ റിഫ്രാക്ഷൻ കാരണം ഓബ്ജക്ട്സ് ഇങ്ങനെ ഡബിൾ ഹൈറ്റിൽ തോന്നാനുള്ളൊരു ഇല്യൂഷൻ നമുക്കുണ്ടാവും. അതുപോലെ കവി നോക്കിയപ്പം വളരെ സ്വച്ഛമായ വെള്ളത്തിൽ, ഗംഗാജലത്തിൽ അതിൻ്റെ ഓരങ്ങളുടെ റിഫ്ലക്ഷൻ ഇങ്ങനെ അടിക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് പോലെ തോന്നും. പിന്നീട് അദ്ദേഹം എന്താണ് വെള്ളത്തിൽ കണ്ടത്? കാലാ കാങ്കർ കാ രാജ്ഭവൻ സോയാ ജൽ മേ നിശ്ചിന്ത് പ്രമൻ പൽക്കോം പർ വൈഭവ് സ്വപ്ന സഖൻ. കാലാകാങ്കറിൻ്റെ ഈ ഒരു ഉത്തർപ്രദേശിൽ പ്രതാപ്ഗഡിലുള്ള ഒരു കോട്ടയാണ്. അവിടെ ഇദ്ദേഹം 8-10 വർഷം താമസിച്ചിരുന്നു. അവിടെ താമസിച്ചപ്പോഴാണ് ഈ നൗകാവിഹാറിന് പോകാനിടയായത്. അപ്പോൾ ഈ ഒരു കാലാകാങ്കർ ഗംഗയോട് ചേർന്നാണ്. അതിൻ്റെ പല തൂണുകളും, ആ മെഹലിൻ്റെ പല തൂണുകളും ഗംഗയിലാണ് നിൽക്കുന്നത് പോലും. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഗംഗയിൽ അടിക്കുമ്പം ആ രാത്രിയിൽ സ്വച്ഛമായ വെള്ളത്തിൽ ഒരു വലിയ കോട്ടയുടെ റിഫ്ലക്ഷൻ ഇങ്ങോട്ടിങ്ങനെ അടിക്കുമ്പം, ഒരു വലിയ രാജ്ഭവൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പം കവിക്ക് എന്താണ് തോന്നിയത്? മാനോവോ നിശ്ചിന്ത രൂപ് സേ സോയാഹോ, വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്ന ആ രാജ്ഭവൻ ശാന്തമാണ്. അതിനൊപ്പം തന്നെ പൽക്കോം പർ വൈഭവ് സ്വപ്ന സഖൻ, ഒരു രാജകുടുംബത്തിൻ്റെ സകല വൈഭവവും പേറി നിൽക്കുന്ന, ഒരു നല്ല സമൃദ്ധിയുടെ ഒരു സ്വപ്നം കാണുന്ന ആ രാജ്ഭവൻ. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ആ രാജ്ഭവനിലെ ആൻസിസ്റ്റേഴ്സിനെ പറ്റി ഇപ്പോഴും നെറ്റിലടിച്ച് നോക്കിയാൽ കാലാകാങ്കർ രാജ്ഭവൻ പ്രതാപ്ഗഡ്, അതിപ്പോഴും അതിൻ്റെ വംശജരുണ്ട്. അപ്പോൾ അത് കണ്ണുമൂന്തി തൻ്റെ സമൃദ്ധിയുടെ, അത് അന്നത്തെ കാലത്ത് വളരെ സമൃദ്ധമായിരിക്കണം ആ രാജ്ഭവൻ. 1930s ഇത്രയും വലിയതായി കാണുന്ന പോലത്തെ ഒരു കോട്ട കെട്ടുക എന്ന് വെച്ചാൽ നല്ല പ്രതാപികളായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈഭവം, ആ വൈഭവം ഇവിടെയും അടിക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനിൽ. ചുരുക്കം പറഞ്ഞാൽ
ഗംഗാജൽ വളരെ നിർമ്മലാണ്, ഒരു ദർപ്പൺ പോലെ, ഒരു മിറർ പോലെ ക്ലീനാണ്, സ്വച്ഛാണ്. ഇന്നത്തെ ഗംഗയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് 1930s ഗംഗയാണ്. ഇന്ന് നമ്മൾ എത്ര സ്വച്ഛ ഗംഗ അഭിയാൻ, നമാമി ഗംഗെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗംഗാ നദിനെ ക്ലീൻ ചെയ്യാൻ, അതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരുപാട് പ്രോജക്ട്സ് ഇറക്കിയിട്ടുണ്ടെങ്കിലും ഗംഗ ഇന്നും വളരെ പൊല്യൂട്ടഡാണ്. ഇന്ന് ഗംഗയെ കാണുമ്പോൾ ഒരുപാട് കവികൾ വളരെ ദയനീയമായിട്ടുള്ള കവിതകളാണ് എഴുതാൻ പറ്റുന്നത്. അങ്ങനെ പറ്റുള്ളൂ. അത്രയ്ക്ക് നമ്മൾ അത്രയ്ക്ക് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഗംഗേനെ. ഇത് 1930s ഗംഗയാണ്. വളരെ സ്വച്ഛ നിർമ്മൽ ജലുള്ള, എന്തിനധികം പറയുന്ന ദർപ്പൺ പോലെ, ശുചി ദർപ്പൺ, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മിറർ പോലെയായിരുന്നു ഗംഗയുടെ ജലം. അപ്പോൾ ഈ പദ്യാംശത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ആ നിലാവുള്ള രാത്രിയിൽ ആ വള്ളത്തിൽ അവർ പോകുമ്പോൾ വള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് കാണുമ്പം ഒരു സുന്ദരിയായ ഒരു ഹംസിനി ഒഴുകുന്ന പോലെ തോന്നുന്നു. അതുമാത്രമല്ല അതിലെ ആ റിഫ്ലക്ഷൻ, ഗംഗാതട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗംഗയുടെ ആ തീരങ്ങളിലെ റിഫ്ലക്ഷൻ കാണുമ്പോൾ ഇരട്ടി ഹൈറ്റ് പോലെയും തോന്നി. കാലാകാങ്ക രാജ്ഭവൻ ഒരു തൻ്റെ ഐശ്വര്യവും സമൃദ്ധിയും സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്ന പോലെ വളരെ നിശ്ചിന്ത് പ്രമൻസെ, സന്തോഷവാനായി നിശ്ചിന്തമായിട്ട് തൻ്റെ സമൃദ്ധി ഇനിയും നിലനിൽക്കും എന്ന മധുരമായ സ്വപ്നം കണ്ടുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷനും ഇതിലടിക്കുന്ന പോലെ കവിക്ക് തോന്നും. നോക്കാ വിഹാർ എന്ന സുമിത്രാനന്ദൻ പന്തിൻ്റെ ഈ പൊയിട്രിയുടെ 3ാമത്തെ പദ്യാംശമാണ് നമ്മൾ. അപ്പം നമ്മൾ കണ്ട് ആ ഒരു നോക്കാ വിഹാറിൽ, ആ ഒരു ബോട്ടിങ്ങിൽ അദ്ദേഹം കണ്ട ഗംഗയുടെ മനോഹരമായ സൗന്ദര്യം അദ്ദേഹം വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു വള്ളത്തിൻ്റെ സൗന്ദര്യം, എങ്ങനെ ഒരു ഹംസിനി വളരെ മെല്ലെ മെല്ലെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോകുന്നു, അതുപോലെയായിരുന്നു അവരുടെ വള്ളം. അതെല്ലാം കഴിഞ്ഞിട്ട് ഗംഗേനെ നമ്മളൊരു യുവതിയായിട്ട് വർണ്ണിച്ചു. സുന്ദരിയായ ഒരു യുവതി, ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന ഒരു യുവതിയായിട്ട് വർണ്ണിച്ചു. ഇവിടെ എത്തുമ്പോഴത്തേക്കിന് അദ്ദേഹം പറയുന്നത് നോക്കാസേ ഉഠ്തി ജൽ ഹിലോർ, ഹിൽ പടുത്തേ നബ് കെ ഓർ ചോർ. അപ്പോൾ ഈ വള്ളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം വെള്ളം അനങ്ങുന്നു. വള്ളത്തിൻ്റെ ആ ഫോഴ്സ് കാരണം 4 വശത്തും വെള്ളം അനങ്ങുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹിൽ പടുത്തേ നബ് കെ ഓർ ചോർ. വെള്ളം അനങ്ങുന്നെങ്കിലും ആ വെള്ളത്തിൽ മുഴുവനും ആകാശത്തിൻ്റെ റിഫ്ലക്ഷനാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഈ ആകാശം, നഭ്, അതിൻ്റെ ഓർ ചോർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം വരെ, ഹൊറൈസൺസ്, ആ 2 അറ്റം, അത് അനങ്ങുന്ന പോലെ തോന്നും. ആകാശം മുഴുവനായിട്ടിങ്ങനെ ഇളകി മറിയുന്ന പോലെ ഒരു ഫീലിംഗ്. വിസ്ഫാരിത് നയനോ സേ നിശ്ചൽ കുച്ച് ഖോജ് രഹേ ചൽ താരക് ദൽ. ആ അനങ്ങുന്ന വെള്ളത്തിൽ എന്താണ് കാണുന്നത്? നക്ഷത്രങ്ങൾ ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ ഈ ആകാശം നിറയെ നക്ഷത്രമാണ്, അതിൻ്റെ റിഫ്ലക്ഷൻ മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ വീഴുന്നു. അപ്പോൾ ആ സ്റ്റാർസ്, നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാർസ് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വീഴുമ്പോൾ അത് വലുതായിട്ട് തോന്നും നക്ഷത്രങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ ബ്രൈറ്റായിട്ട് തോന്നുന്നു. എന്നിട്ട് കവി സങ്കല്പിക്കുകയാണ് ഈ നക്ഷത്രങ്ങളെല്ലാം ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ വിസ്ഫാരിത് നൈനോസെ, കണ്ണുകളെല്ലാം ഇങ്ങനെ തുറന്ന് എന്തോ തിരയുന്ന പോലെയാണ് ഈ നക്ഷത്രങ്ങൾ ഓടുന്നതായിട്ട് കാണുന്നത്. ജ്യോതിത് കർ നഭ്ക അന്തസ്ഥൽ. അങ്ങനെ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? ആകാശത്തിൻ്റെ ആ ഒരു പ്രകാശം ഒന്നുകൂടെ കൂടുകയാണ്. എന്നുവെച്ചാൽ താഴെ നക്ഷത്രങ്ങളുടെ ആ ഒരു ജ്വാല, പ്രകാശം വളരെയധികം ഉള്ളത് കാരണം കാണുമ്പം ആകാശവും വളരെയധികം മനോഹരമായിട്ട് തോന്നുന്നു. ജിൻകെ ലഘു ദീപോं को चंचल अंचल की ओट किए अविरल ഫിർത്തി ലഹരെ ലുക്ക് ചിപ്പ് പൽ പൽ. പിന്നീട് ഈ നക്ഷത്രങ്ങൾ വെള്ളത്തിൽ വെള്ളം അനങ്ങുന്ന അനുസരിച്ച് അത് ലുക്ക് ചിപ്പ് ചെയ്യും. ലുക്ക് ചിപ്പ് എന്ന് വെച്ചാൽ ഒളിച്ചും പാത്തും കളിക്കുന്ന പോലെ. നമ്മൾ ചിലപ്പം കാണും, ചിലപ്പം കാണില്ല. അങ്ങനെ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് കവി സങ്കല്പിക്കുകയാണ്. ലഘു ദീപോं को चंचल अंचल की ओट किए अविरल. നമ്മൾ സാരി തുമ്പുകൊണ്ട്, നമ്മളിപ്പോൾ ഒരു നായിക, ഒരു മനോഹരമായ സ്ത്രീ ദീപം കത്തിച്ച് അണയാതിങ്ങനെ അത് തൻ്റെ സാരി തുമ്പിനോട് മറച്ച് വെച്ച് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് കാറ്റുകൊണ്ട് അത് അണഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. ഇവിടെയും അതുപോലെയാണ്.
ഈ ലഘുദീപങ്ങൾ, ഈ നക്ഷത്രങ്ങൾ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ലഘുദീപങ്ങൾ പോലെ, ദിയ അതുപോലെ തോന്നും. അത് ഇപ്പം അണഞ്ഞു ഇപ്പം അണഞ്ഞില്ല എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം വേവ്സ് വരുമ്പം, വെള്ളം ഇളകുമ്പം അത് ഇടയ്ക്ക് കാണാതാവും, പിന്നെയും പ്രത്യക്ഷപ്പെടും. അപ്പോൾ അത് ലുക്ക് ചിപ്പ് കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒളിച്ചും പാത്തും അതിൻ്റെ ഒരു വരവ്. ലഘുദീപോं को ചഞ്ചൽ അഞ്ചൽ കി ഓട്ട് കിയേ അവിരൽ. അത് തൻ്റെ അഞ്ചൽ കൊണ്ട്, തൻ്റെ സാരി തുമ്പ് കൊണ്ട് മറച്ചു വെച്ച് ഒരു നായിക ഈ ദീപങ്ങളെ കൊണ്ടുപോകുന്നതിലെയാണ് ഈ നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത്. സാമനെ ശുക്ര കി ഛവി ഝൽമൽ പേർത്തി പരീസി ജൽമേക്കൽ. അപ്പോഴതാ ശുക്ര നക്ഷത്രം കാണാനിടയായി. ശുക്ര നക്ഷത്രം എന്ന് പറയുമ്പം ബ്രൈറ്റസ്റ്റ് ഓബ്ജക്റ്റാണ്. മൂണ് കഴിഞ്ഞ് ചന്ദ്രൻ കഴിഞ്ഞ് ഏറ്റവും ബ്രൈറ്റായിട്ട് കാണുന്ന സ്റ്റാറാണ്. ആക്ച്വലി അതൊരു പ്ലാനറ്റാണ് വീനസ്. ബ്രൈറ്റസ്റ്റ് സ്റ്റാറായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അത് ട്വിങ്കിൾ ചെയ്യത്തില്ല, അത് ഗ്ലോ ചെയ്യുന്നത്. ട്വിങ്കിൾ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഗ്ലോ ചെയ്യാന്ന് വെച്ചാൽ അങ്ങ് ഫുള്ളി പ്രകാശമാനായിട്ടിരിക്കും. അപ്പോൾ ശുക്ര കി ഛവി ഝൽമൽ, പിന്നീട് കണ്ടത് ആ മോർണിംഗ് സ്റ്റാർ, ആ വീനസ്, ആ ശുക്രൻ്റെ ആ ഒരു ഭംഗി എങ്ങനെയാണ്? പേർത്തി പരീസി ജൽമേക്കൽ, ഒരു ഏഞ്ചൽ ഇങ്ങനെ ഒഴുകി വെള്ളത്തിൽ കൂടെ പോകുന്ന പോലെയാണ് ആ ശുക്ര നക്ഷത്രത്തിൻ്റെ സൗന്ദര്യം കാണാനിടയായത്. ആ ശുക്ര നക്ഷത്രവും ചിലപ്പം ഡിസപ്പിയർ ആവും ഈ വെള്ളം അനങ്ങുമ്പോൾ. അപ്പം കവിക്ക് എന്താ തോന്നുന്നത്? രൂഭരേ കച്ചോമേ ഹോ ഓജൽ, ഗംഗാരൂപി യുവതിയുടെ ആ കേശഭാരത്തിൽ ഇടയ്ക്ക് ഒളിയുന്ന പോലെ, ഇടയ്ക്ക് ആ കേശഭാരം കാരണം ഈ ശുക്ര നക്ഷത്രം മറഞ്ഞു പോകും, പിന്നെയും കാണും, പിന്നെയും മറയും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കവിക്ക് തോന്നിയത്. സാമനെ ശുക്ര കി ഛവി ഝൽമൽ പേർത്തി പരീസി ജലമേക്കൽ रूपहरे कचों में हो ओछल लहरों के घूंघट से झुक झुक दशमी का शशि निज तिर्यक मुख. അപ്പോഴാണ് ലഹറോം കെ ഘൂങ്കട്ട് സെ, ഘൂങ്കട്ട് എന്ന് പറയുന്നത് നമ്മൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് മുഖം മറച്ചു വെക്കുന്ന ആ ഒരു സാരിയുടെ ആ ഭാഗത്തിനാണ് ഘൂങ്കട്ട് എന്ന് പറയുന്നത്. നാണം കൊണ്ട് മറയ്ക്കുന്നു, പിന്നെ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് മുഖം മറയ്ക്കുന്നു. ഈ ദശമി കാ ശശി എന്ന് വെച്ചാൽ നമ്മൾ ചന്ദ്രൻ്റെ പല സ്റ്റേജസ് ഉണ്ടല്ലേ, നമുക്ക് ഫുൾ മൂണുണ്ട്, ക്രസൻറ്റ് മൂണുണ്ട്, പിന്നെ ഇങ്ങനെ ഫുൾ മൂൺ ആവുന്നതിന് മുമ്പുള്ള ഷേപ്പുണ്ട്. അപ്പോൾ ഈ ദശമി 10ാമത്തെ ദിവസത്തെ ആ ഒരു സ്റ്റേജ്, അത് ഒരു മനുഷ്യൻ്റെ മുഖം പോലെ അതിൻ്റെ സൈസ് ഷേപ്പ് ഇരിക്കുന്നത്, അത് കണ്ടപ്പോൾ ഒരു മുഗ്ധ നായികയുടെ മുഖമാണെന്ന് വരെ കവിക്ക് തോന്നി. നായികകൾ തന്നെ നാട്യശാസ്ത്രത്തിൽ പ്രായവും മെച്യൂരിറ്റി അനുസരിച്ച് 3 തരത്തിൽ തിരിച്ചിരിക്കുകയാണ്. മുഗ്ധ നായിക, മധ്യ, പിന്നെ പ്രൗഢ, ഏജ് അനുസരിച്ച്. അപ്പോൾ ഈ മുഗ്ധ ഏറ്റവും യങ് ഏജിലുള്ള നായികയാണ്. അപ്പോൾ ഇച്ചിരി പ്രൗഡാണ്, പിന്നെ സുന്ദരിയാണെന്ന് സ്വയം ബോധ്യമുള്ള ഒരു ഏജ്. അപ്പോൾ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ഇങ്ങനെ ഗൂങ്കട്ട് മറയ്ക്കും, പിന്നെ ചില സമയത്ത് ഗൂങ്കട്ട് മാറ്റിയിട്ട് തൻ്റെ മുഖസൗന്ദര്യം കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മുഗ്ധ നായിക പോലെ ആ ദശമി കാ ചാന്ദിൻ്റെ തിരിയക്ക് എന്ന് വെച്ചാൽ അല്പം ചരിവുള്ള, കാരണം ഈ മൂൺ ഫുൾ മൂണല്ല. അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ഒരു മുഖത്തിൻ്റെ ഫേസിൻ്റെ ആകൃതിയിൽ വരുന്നൊരു ഷേപ്പാണ്. അപ്പോൾ ആ മുഗ്ധ നായിക ഇടയ്ക്ക് നമ്മളെ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യം കാണിക്കും, പിന്നെ അഞ്ചൽ കൊണ്ടങ്ങ് മറയ്ക്കും, ഗൂങ്കട്ട് കൊണ്ടങ്ങ് മറയ്ക്കും. ലഹറോं के घूंघट से झुक झुक दशमी का शशि निज तिर्यक मुख दिखलाता मुग्धा सा रुक रुक. അപ്പോൾ ഇതാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഈ പദ്യാംശത്തിൽ എന്തൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്? നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വീഴുമ്പോൾ അത് ഒന്നുകൂടെ പ്രകാശമാനായിട്ട് തോന്നുന്നു. പിന്നെ അതിന് ശേഷം ദീപങ്ങൾ, ഒരു നായിക ദീപം അണയാതെ കൊണ്ടു നടക്കുന്ന പോലെ നക്ഷത്രങ്ങൾ ദീപങ്ങളെ പോലെ തിളങ്ങുന്നു. അതിനുശേഷം ശുക്രനക്ഷത്രം എങ്ങനെയാണ് കണ്ടത്? ഒരു ഏഞ്ചലിനെ പോലെ, പരീനെ പോലെ, പരി മീൻസ് ഏഞ്ചൽ. പിന്നെ നമ്മൾ കണ്ടത് ദശമി കാ ചാന്ദ്, ആ ചന്ദ്രൻ്റെ ആ ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിലുള്ള ഷേപ്പ്. ആ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ ചില സമയത്ത് കാണും, ചില സമയത്ത് കാണില്ല. വെള്ളം അനങ്ങുമ്പോൾ അതനുസരിച്ച് വന്നും പോയിരിക്കും.
അപ്പം കാണുന്ന സമയത്ത് കവി സങ്കല്പിക്കുന്നത് ഒരു മുഗ്ധാ നായിക തൻ്റെ രൂപസൗന്ദര്യം, തൻ്റെ മുഖസൗന്ദര്യം ഇടയ്ക്കൊന്ന് വെളിപ്പെടുത്തുന്ന പോലെ തോന്നും. പിന്നീട് തൻ്റെ ഗൂങ്കട്ട് കൊണ്ട് അതങ്ങ് മറയ്ക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. വേർഡ് മീനിങ്സ് ഒന്നുകൂടെ നോക്കണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഈ മീനിങ്സ് നോക്കാം. സുമിത്രാനന്ദൻ പന്ത് എന്ന ഛായാവാദി കവി, റൊമാൻറ്റിക് പോയറ്റ് എഴുതിയ നോക്ക വിഹാർ എന്ന വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ 4ാമത്തെ പദ്യാംശത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിങ്ങിന് അദ്ദേഹം പോകുന്നു. നിലാവുള്ള രാത്രി, ചുറ്റിനും കാണുന്ന പ്രകൃതിയുടെ മനോഹാരിത, അദ്ദേഹം അതിനെല്ലാം പെർസോണിഫൈ ചെയ്ത് മനുഷ്യ വികാരങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ച് പോവുകയാണ്. ഗംഗേനെ ഒരു തപസ്വിനി ബാലയെ പോലെ നിഷ്കളങ്കയായ പ്യുവറായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടും, ചന്ദ്രനെ പോലെ മുഖമുള്ളവളായിട്ടും, പിന്നെ അവർ പോകുന്ന വള്ളം ഹംസിനിയെ പോലെ മന്ദം മന്ദം ഒഴുകി പോകുന്നു. പിന്നെ ശുക്രനക്ഷത്രം വെള്ളത്തിൽ ഒരു ഏഞ്ചലിനെ പോലെ ഒഴുകി നടക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ ജലത്തിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ നമ്മളൊരു സ്ത്രീ ദീപം അണയാതെ കൊണ്ട് നടക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ പല പല ഉപമകൾ ചെയ്ത് അദ്ദേഹം പോഹഞ്ചത്തെ കഹാ ഹെ, അദ്ദേഹം എവിടെയാണ് എത്തിയത്? ജബ് പോഹഞ്ചി ചപ്പല ബീച്ച് ധാർ, അവരുടെ ചപ്പല എന്ന് വെച്ചാൽ ആ വള്ളം നടുക്കെത്തി, ഗംഗാ നദിയുടെ ഓൾമോസ്റ്റ് മിഡിലായിട്ടെത്തി. ഛിപ് ഗയാ ചാന്ദിനി കാ കഗാർ, അപ്പോൾ ഒന്നും രണ്ട് വശത്തും ഉള്ള തീരങ്ങൾ കാണാതെ ആയി, അങ്ങ് നല്ല ദൂരത്തിൽ പോയി. ഇവർ റിവറിൻ്റെ മിഡിലെത്തി. അപ്പോൾ രണ്ട് സൈഡിലെയും കഗാർ എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ ആ തീരം കാണാതെയായി, അത്രയ്ക്ക് നല്ല ഡിസ്റ്റൻസിലായി. ദോ ബാഹോ സേ ദൂരസ്ഥ തീർ ധാരാ കാ കൃഷ കോമൽ ശരീർ. അപ്പോൾ ആ രണ്ട് സൈഡിലെയും ആ നദിയുടെ ആ ഒരു തീരം അങ്ങ് ദൂരമായിപ്പോയി. അപ്പോൾ അത് ഇരട്ടത്ത് കണ്ടപ്പം കവിക്ക് തോന്നി, മധ്യത്തൂടെ ഒഴുകുന്ന ആ ഒരു കൃഷഗാഥയായ, കൃഷ എന്ന് പറയുമ്പോൾ വളരെ മെലിഞ്ഞ കോമൽ ശരീരമുള്ള ആ ഗംഗേനെ ആലിംഗനം ചെയ്യാൻ രണ്ട് കൈകളും വീശി വരുന്ന പോലെയാണ് ആ രണ്ട് തീരങ്ങളും കവിക്ക് തോന്നിയത്. ദോ ബാഹോ സേ ദൂരസ്ഥ തീർ ധാരാ കാ കൃഷ കോമൽ ശരീർ. ആ ഗംഗാരൂപി മെലിഞ്ഞ സൗന്ദര്യവതിയായ ആ സ്ത്രീയെ ആലിംഗനം ചെയ്യാൻ വരുന്ന പോലെ രണ്ട് തീരങ്ങളും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ വള്ളം ഓൾമോസ്റ്റ് മധ്യത്തിൽ നിൽക്കുകയാണ്. ആലിംഗൻ കർണേ കോ അധീർ, ഒരു അധീറാകുക എന്ന് വെച്ചാൽ വളരെ ക്ഷമ നഷ്ടപ്പെടുക, എങ്ങനെയെങ്കിലും ഒന്ന് ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് കൈകൾ പോലെയാണ് ആ രണ്ട് തീരങ്ങളും രാത്രിയിൽ ഇദ്ദേഹത്തിന് തോന്നിയത്. അതിദൂർ ക്ഷിതിജ് പർ വിട്ടപ്പ് മാൽ ലഗതി ഭ്രൂരേഖാ സി അരാൽ. അപ്പം നോക്കൂ, അങ്ങ് ദൂരെ ക്ഷിതിജ് എന്ന് പറയുമ്പോൾ ഹൊറൈസൺ, ആകാശവും ഭൂമിയും തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ ആ സ്ഥലം. അതവിടെ എന്താണ് കാണുന്നത്? വിട്ടപ്പ് മാൽ, വൃക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മ അവിടെ ഇങ്ങനെ ഇരുട്ടത്തിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ വൃക്ഷങ്ങളുടെ നിൽപ്പ് കണ്ടാൽ ലഗതി ഭ്രൂരേഖാ സി അരാൽ, അതിങ്ങനെ അരാൽ എന്ന് വെച്ചാൽ വളവുള്ള, നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ ഈ വൃക്ഷങ്ങളുടെ ഷാഡോ അതിനെ നിപ്പ് കണ്ടപ്പം രണ്ട് ഐബ്രോസ് പോലെ ഇങ്ങനെ തോന്നി. തീരങ്ങളിൽ രണ്ട് സൈഡിലുള്ള വൃക്ഷങ്ങൾ ഇങ്ങനെ ആകാശമാകുന്ന നീല കണ്ണുകളുടെ ഐബ്രോസ് ആയിട്ട് ഈ വൃക്ഷങ്ങൾ തോന്നി. അതിദൂർ ക്ഷിതിജ് പർ വിട്ടപ്പ് മാൽ ലഗതി ഭ്രൂരേഖാ സി അരാൽ അപലക് നഭ് നീല നയന വിശാൽ. പലക് ബിനാ ഝപ്കായ, ഇമ വെട്ടാതെ, ആകാശം, നഭ് തൻ്റെ നീല നയനങ്ങൾ കൊണ്ട്, വിശാലമായ നീല നയനങ്ങൾ കൊണ്ട് ആകാശം ഇമ വെട്ടാതെ ഈ ഒരു നിലാവുള്ള രാത്രിയിലെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, മുകളിൽ നിന്ന് താഴോട്ട്. ആ ആകാശത്തിൻ്റെ ഐബ്രോസാണ് ഈ വൃക്ഷങ്ങൾ. ഇങ്ങനെ വൃക്ഷങ്ങളുടെ ആ ഒരു കേവ്, അത് വൃക്ഷങ്ങൾ അരാലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കേവുള്ള ആ ഒരു ഷേപ്പ്. അപ്പം വേറൊരു കാഴ്ചയും കൂടെ കണ്ട്. മാക്കേ ഒരു പർ ശിശുസ സമീപ് സോയാ ധാരാ മേ ഏക് ദ്വീപ്. ഒരു ദ്വീപം കണ്ടു അതിൻ്റെ ഇടയ്ക്ക്, റിവറിൻ്റെ ഇടയ്ക്ക്.
അതെങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്? ഒരു അമ്മയുടെ നെഞ്ചോട് ചേർന്നൊരു ശിശു ഉറങ്ങുന്ന പോലെയാണ് ഈ ദ്വീപ് ഈ നദിയുടെ മടിത്തട്ടിൽ ഹൃദയഭാഗത്ത് വളരെ സുഖമായിട്ട് ഉറങ്ങുന്നത്. മാക്കേ ഉറുപ്പർ, ഉരെന്ന് വെച്ചാൽ ഹൃദയം, ഹൃദയത്തിലോട് ചേർന്ന് ശിശുസ, ഒരു ശിശു ഉറങ്ങുന്ന പോലെ. സോയാധാരാമേ എക് ദ്വീപ് ഊർമിൽ പ്രവാഹക്കോ കർ പ്രതീപ്. ആ ദ്വീപ് വേറൊരു പർപ്പസും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ദ്വീപ് വേറൊരു കാര്യവും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ജലധാര ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ, ആ ദ്വീപിൽ തട്ടുമ്പോൾ ആ വെള്ളം വേറെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് പോകും. ഊർമിൽ പ്രവാഹക്കോ കർ പ്രതീപ്. ഊർമിൽ എന്ന് വെച്ചാൽ ഈ തിരമാലകളുള്ള ഈ ഒഴുക്കുള്ള ഈ വെള്ളം വന്ന് ഇങ്ങനെ തട്ടുമ്പോൾ അതിനെ പ്രതീപ് ആക്കും. പ്രതീപ് എന്ന് വെച്ചാൽ വിപരീത ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അത് തട്ടിവിടും. കാരണം ഈ വെള്ളം നാച്ചുറലി റിവറിൻ്റെ നടുക്കാണ് ഈ ദ്വീപ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ ആ ദ്വീപിൽ തട്ടി വേറെ ഡയറക്ഷനിലേക്ക് വെള്ളം പോകുന്നു. വഹ കോൻ വിഹഗ് ക്യാ വികൽ കോക് ഉഡ്താഹർനെ നിജ വിരഹ ശോക്. പെട്ടെന്ന് കവി ഒരു വളരെ വികലമായി കരയുന്ന, വളരെ വിഷമിച്ച് കരയുന്ന ഒരു പക്ഷിയുടെ സൗണ്ട് കേൾക്കും. അതേത് പക്ഷി? വഹ കോൻ വിഹഗ്, വിഹഗ് പക്ഷി. ക്യാ വികൽ ശോക്, എന്തൊരു ദയനീയമായ ഒരു ശോകമൂകമായ വേദനയാണ് ആ പക്ഷിക്ക്, അതിൻ്റെ ആ ഒരു നിലവിളിക്ക്. ക്യാ വികൽ കോക്ക്. അപ്പോഴാണ് കവി ആലോചിക്കുന്നത്, അത് ഈ വിഷമിച്ച് പാടുന്ന ആ ചക്വാ പക്ഷിയാണോ? കാരണം ഈ ചക്വാ പക്ഷി ഒരു മിത്തോളജിക്കൽ ബേർഡാണ്. അതിനെപ്പറ്റി പറയപ്പെടുന്നത് പണ്ട് ഒരു യുവജോഡി വളരെയധികം പ്രേമത്തിലായിരുന്നു. അവരുടെ സ്നേഹം കണ്ട് ദേവന്മാർക്ക് പോലും അസൂയ തോന്നി. അങ്ങനെ ദേവന്മാർ വന്ന് അവരെ ശപിക്കുകയാണ്, നിങ്ങൾ ചക്വായും ചക്കുവിയും പക്ഷിയായിട്ട് മാറും. അതുപോലെ വേറൊരു ശാപമുണ്ട് അവർക്ക്. അവർ രാത്രിയാകുമ്പോൾ അങ്ങ് വേർപിരിയാൻ നിയോഗിക്കപ്പെട്ടതാണ്. രാത്രിയാകുമ്പോൾ അവർക്ക് അവരുടെ സംഗമം ഉണ്ടാവത്തില്ല. അവർ നദിയുടെ രണ്ട് സൈഡും നിൽക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ പക്ഷി ചക്വായും ചക്കുവിയും രാത്രി മുഴുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഈ വിരഹത്തിൽ. അപ്പം ഹിന്ദിയിലെയും സംസ്കൃതത്തിലെയും പല കവികളും ഈ ഒരു ഉദാഹരണം, ഈ ചക്വാ ചക്വി പ്രേമി പ്രേമികയുടെ വിരഹം അല്ലെങ്കിൽ ആത്മാ പരമാത്മായുടെ വിരഹത്തിന് വേണ്ടി നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിരഹിണി അല്ലെങ്കിൽ വിരഹത്തിൽ കഴിയുന്ന ഒരു പ്രിയതമനെ ഉപമിക്കുന്നത് ഈ ചക്വാ ചക്വി പക്ഷിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ രാത്രിയിൽ ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടപ്പോൾ കവിക്ക് തോന്നി ഇത് ചക്വാ പക്ഷിയായിരിക്കും. ഉടുത്താഹർനെ നിജ വിരഹ ശോക്, തൻ്റെ വിരഹം മാറ്റാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം ഈ പക്ഷി ഇപ്പം പറക്കുന്നത്. പിന്നീട് അദ്ദേഹം തോന്നിയത് എന്താണ്? ഛായാക്കോ കോക്കി കാ വിലോക്. ഈ പക്ഷിക്ക് ഒരു അബദ്ധം പറ്റി കാണും. വിലോക് മീൻസ് ദേഖ്ന. കോക്കി കി ഛായ, ഈ ഗംഗയുടെ സ്വച്ഛ നിർമ്മലമായ വെള്ളത്തിൽ എന്ത് നോക്കിയാലും അതിന് റിഫ്ലക്ഷൻ അടിക്കും. ഈ ചക്വാ പക്ഷി തൻ്റെ പ്രതിബിംബം കണ്ട് അത് ചക്കുവിയാണെന്നുള്ള ഓർമ്മയിലാണോ ഈ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് പറക്കുന്നത് എന്ന് കവിക്ക് തോന്നിപ്പോവാണ്. അപ്പോൾ ഈ പദ്യാംശത്തിൽ എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടെ നോക്കാം. ജബ് പൊഹോഞ്ചി ചപ്പല ബീച്ച് ധാർ छिप गया चांदनी का कगार. ഇവരുടെ ഈ ഒരു വള്ളം ഓൾമോസ്റ്റ് മിഡിലെത്തി, മധ്യത്തിലെത്തി ഗംഗാ നദിയുടെ. അപ്പോൾ രണ്ട് സൈഡിലെയും തിട്ടകൾ, നദിയുടെ തിട്ടകൾ അങ്ങ് ദൂരെയായിപ്പോയി, കിനാര അങ്ങ് ദൂരെയായി. ആ ചാന്ദിനി കാ കഗാർ, കഗാർ എന്ന് പറഞ്ഞാൽ കര, നദിയുടെ രണ്ട് സൈഡിലെയും കര. അത് ചാന്ദിനി കാ കഗാർ, നിലാവിൽ കുളിച്ച് നിൽക്കുന്ന ആ രണ്ട് കഗാറും അങ്ങ് ദൂരെയായി. ദോ ബാഹോ സേ ദൂരസ്ഥ തീർ ധാരാ കാ കൃഷ കോമൽ ശരീർ. ആ രണ്ട് സൈഡ്സും റിവറിൻ്റെ അതിങ്ങനെ നീണ്ട് രണ്ട് കൈകൾ ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ വരുന്നത് പോലെ തോന്നും. ആരെ ആലിംഗനം ചെയ്യാൻ? ഈ നടുക്കൂട് ഒഴുകുന്ന കൃഷഗാഥയായ വളരെ മെലിഞ്ഞ കോമൽ ശരീരമുള്ള യുവതി ഗംഗയെ ആലിംഗനം ചെയ്യാൻ അധീർ ആവുന്നത് പോലെ. അധീർ എന്ന് വെച്ചാൽ ക്ഷമ ഇല്ലാതെ വരിക. ആലിംഗൻ കർണേക്കോ അധീർ. അതിദൂർ. അപ്പം ദൂരെ എന്താ കാണുന്നത്? ഷിത്തിജ് പർ വിട്ടപ്പ് മാൽ, മരങ്ങളുടെ ഇങ്ങനെ വൃക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മ കാണാം ദൂരെ. ലഗത്തി ഭ്രൂരേഖ സി അരാൽ, അത് കണ്ടാൽ എന്താണ്? ഐബ്രോസ് പോലെ, ഭ്രൂരേഖ ഐബ്രോസ് പോലെ തോന്നും. അരാൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വളവുള്ള ഐബ്രോസിന് ഷേപ്പിലുള്ള. അപ്പലക്ക് നഭ നീല നയന വിശാൽ, ആകാശം അപ്പലക്ക് ഇമ വെട്ടാതെ
നീല നയനങ്ങൾ കൊണ്ട്, വിശാലമായ നയനങ്ങൾ കൊണ്ട് താഴോട്ടിങ്ങനെ നോക്കിക്കൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ സൗന്ദര്യം. ആ നീല നയനങ്ങളുടെ ഐബ്രോസ് ആണ് ഈ വൃക്ഷങ്ങളുടെ ഒരു കേർവ്സ് തോന്നുന്നത്. മാ കെ ഉർപ്പർ ശിശു സാ സമീപ് സോയാധാരാമേ ഏകുദീപ്. അപ്പോഴാണ് കാണുന്നത് ഒരു അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു ദ്വീപിനെ കാണുന്നത്. ആ നദിയുടെ നടുക്ക് ഹൃദയഭാഗത്ത് ദ്വീപ് വളരെ സ്വസ്ഥമായിട്ടിങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടിട്ട് കവി ഇമാജിൻ ചെയ്യാണ് അതൊരു ശിശുവാണ്, അത് അമ്മയുടെ നെഞ്ചോട് ചേർന്ന് വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. ഊർമിൽ പ്രവാഹക്കോ കർ പ്രതീപ്. അപ്പോൾ ആ ഒരു ദ്വീപിലേക്ക് വെള്ളം വന്ന് തട്ടുമ്പോൾ ആ ജലപ്രവാഹം അങ്ങ് പ്രതീപാകും. പ്രതീപ് എന്ന് വെച്ചാൽ വിപരീത ഡയറക്ഷനിലേക്ക് ഒഴുകും. വഹ കോൻ വിഹഗ് ക്യാ വികൽ കോക്ക്. പെട്ടെന്നൊരു പക്ഷിയുടെ വിലാപം കേട്ടപ്പോൾ അത് ഏത് പക്ഷിയാണ്? അത് ചക്കുവ പക്ഷി തന്നെയാണോ? ഉടുത്താ ഹർനെ നിജ വിരഹ ശോക്. തൻ്റെ വിരഹത്തിൽ, നിജ സ്വന്തം വിരഹത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണോ ഈ പക്ഷി ഇങ്ങോട്ട് പറക്കുന്നത്? അതോ ഛായാക്കോ കോക്കി കാവിലോക്. അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടിട്ട് അത് കോക്കിയാണെന്നുള്ളത്, ചക്കുവി പക്ഷിയാണെന്നുള്ള ധാരണയിലാണോ ഈ കിടന്ന് നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാതിരാത്രിക്ക് എല്ലാ ജീവജാലങ്ങളും ശാന്തമായിട്ട് ഉറങ്ങുമ്പം ഈ ചക്കുവ പക്ഷിയും ഇത് വിരഹത്തിൽ കരയുമെന്നാണ് പറയുന്നത്. രാത്രി മുഴുവനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് ആ വിരഹിണിയാണോ എന്ന് കവി സങ്കല്പിക്കുകയാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ ബികോംകാർ അത്ര ഇത് സിമ്പിൾ ചോദ്യമാണ് നിങ്ങൾക്ക് വരുന്ന, അനോട്ടേഷൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി ആസ്വദിക്കുക. പിന്നെ അത് ഇനിയും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവർ ഈ വേർഡ് മീനിങ്സ് ഒന്ന് നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ എൻഡിൽ വേർഡ് മീനിങ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ലോഡ്. സുമിത്രാനന്ദൻ പന്തിൻ്റെ ഈ ഒരു പോയം നോക്കാ വിഹാർ അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുകയാണ്. വളരെ മനോഹരമായ ഒരു നിലാവുള്ള രാത്രിയിൽ അദ്ദേഹം ഒരു ബോട്ടിങ്ങിന് പോവുകയും ആ ഒരു ബോട്ടിങ്ങിൽ അദ്ദേഹം കണ്ട കാഴ്ച, മനോഹരമായ പ്രകൃതിയുടെ വളരെ മനോഹരമായ കാഴ്ച കവിയുടെ ഭാവനയിൽ അത് അവതരിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ 5ാമത്തെ പദ്യാംശത്തിലെത്തിയപ്പം അദ്ദേഹം ആ ഗംഗയുടെ ഒരു നല്ലൊരു ഡിസ്റ്റൻസ് പോയിട്ട് അദ്ദേഹം വള്ളം തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ പറ്റിയാണ് പറയുന്നത്. ആ വള്ളം തിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയാണ് പറയുന്നത്. ആ സമയത്ത് കണ്ട കാഴ്ച, കവിയുടെ ആ ഒരു ഇമാജിനേഷനിൽ എങ്ങനെയൊക്കെയാണ് തോന്നിയത്, അതിനെപ്പറ്റിയാണ് ഈ പദ്യാംശത്തിൽ പറയുന്നത്. പത്വാർ ഘുമ അബ് പ്രതനു ഭാർ നോക്കാ ഘൂമി വിപരീത് ധാർ. പത്വാർ എന്ന് പറയുമ്പോൾ ഈ തുഴ, ആ തുഴയുന്ന സാധനം തിരിച്ചിട്ട് ഇവരിവിടെ ടേൺ എടുക്കുകയാണ്. പോയ ഡയറക്ഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയാണ്. അബ് പ്രതനു ഭാർ. ആ സമയത്ത് അവർക്കൊരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്ത്, ആദ്യമുള്ള ആ ഒരു വെയിറ്റ് വള്ളത്തിന് തോന്നിയില്ല. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എന്താണ്? നോക്കാ ഘൂമി വിപരീത് ധാർ. നേരെ ഓപ്പോസിറ്റ്, ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് വള്ളം തുഴയാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ ആദ്യം ഈ വെള്ളത്തിൻ്റെ ഏത് സൈഡിലോട്ടാണോ ഡയറക്ഷനിലോട്ടാണോ ഒഴുക്ക്, അങ്ങോട്ടായിരിക്കും ഒരുപക്ഷെ പോയത്. ഇപ്പം യാത്ര തിരിച്ച് അവർ ടേൺ എടുത്തിട്ട് വരികയാണ്. അപ്പം കവി കണ്ട കാഴ്ച എന്താണ്? ഡാണ്ടോം കെ ചൽ കരത്തൽ പസാർ ഭർ ഭർ മുക്താഫൽ ഫേനസ്വാർ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് വള്ളം തുഴയുമ്പോൾ വളരെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുകയും ആ വെള്ളം വളരെ ഇങ്ങനെ ഫോംസ് പോലെ ക്രിയേറ്റായി വള്ളം മുന്നോട്ട് വരികയാണ്. ആ ഒരു സമയത്ത് വള്ളത്തിൻ്റെ 2 സൈഡിലും ഈ നമ്മൾ തുഴയത്തില്ലേ, അത് കണ്ടാൽ തോന്നും 2 കൈകളാണെന്ന്. കരത്തൽ, ആ 2 തുഴയുന്ന സാധനം 2 സൈഡും 2 കൈകൾ കൊണ്ട് ഭർ ഭർ മുക്താഫൽ ഫേനസ്വാർ. ഈ പതയിൽ നിന്ന് ഫെയിൻ എന്ന് പറയുമ്പം ഈ പത, വെള്ളത്തിൻ്റെ നുരയും പതയും, ആ പതയിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കുന്ന പോലെ 2 കൈകളും കൊണ്ട് അങ്ങനെ സങ്കല്പിക്കുകയാണ്. മനസ്സിലായോ? ഈ ബോട്ടിൻ്റെ 2 സൈഡിലും ഇങ്ങനെ തുഴയുന്ന സാധനം ഇങ്ങനെ തുഴയുമ്പം വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നത് കൊണ്ട് കുറേ പതയും നുരയൊക്കെ വരുന്നത്.
അതിൽ ഇങ്ങനെ ഈ വള്ളം പോകുന്ന കണ്ടപ്പം 2 കൈകൾ കൊണ്ട് മുത്തുകൾ വാരിയെടുക്കുന്ന പോലെ കവിക്ക് തോന്നി. ബിഖരാത്തി ജൽമേ താർഹാർ, അതുപോലെ താരങ്ങളുടെ ഒരു മാല, ഹാര് പൊട്ടിച്ചങ്ങോട്ട് ചിതറിയിട്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരുന്നു ആ സീൻ. നക്ഷത്രങ്ങളുടെ ഇപ്പോൾ ഒരു നക്ഷത്രങ്ങൾ കോർത്ത ഒരു മാല പെട്ടെന്ന് നമ്മൾ മുത്തുമാല പൊട്ടിച്ച് നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ എല്ലായിടവും തെറിച്ചു പോകുന്നത് പോലെയായിരുന്നു വെള്ളത്തിൽ ആ നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ കണ്ടിട്ട് തോന്നിയത്. पतवार घुमा अब प्रतनु भार, नौका घूमी विपरीत धार, डांडों के चल करतल पसार, भर भर मुक्ताफल फेन स्वार, बिखराती जल में तारहार, चांदी के सांपों सी रलमल, नाचती रश्मियाँ जल में चल. പിന്നെ ആ രശ്മിയ, നിലാവിൻ്റെ റേസ്, ആ പ്രകാശം എങ്ങനെയാണ് വീണുകൊണ്ടിരുന്നത് വെള്ളത്തിൽ. ജैसे चांदी के सांप नाच रहे हो, വെള്ളി നിറത്തിലെ പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് കിടന്ന് പൊളയുന്ന പോലെയാണ് ആ പ്രകാശം, നിലാവിൻ്റെ വെള്ളി പ്രകാശം വെള്ളത്തിൽ, അനങ്ങുന്ന വെള്ളത്തിൽ വീണപ്പോൾ സിൽവർ കളറിലെ പാമ്പുകൾ പൊളയുന്ന പോലെ തോന്നി. രേഖാവും സി ഖിഞ്ച് തരൽ സരൽ, അങ്ങനത്തെ രേഖ, ലൈൻസ്, കേർവ്ഡ് ലൈൻസ് പോലെയാണ് തോന്നിയത് ഈ വെള്ളം അനങ്ങുമ്പം. ആ കേർവ്ഡ് ലൈൻസ് വെള്ളി നിറത്തിലെ സർപ്പങ്ങൾ കിടന്ന് പൊളയുന്ന പോലെ, വെള്ളി നിറത്തിലെ പാമ്പ് കിടന്ന് പൊളയുന്ന പോലെ തോന്നി. ലഹറോं की लतिकाओं में खिल, सौ सौ शशि सौ सौ उड़ु झिलमिल, फैले फूले जल में फेनिൽ. ആ വെള്ളത്തിൽ ഉള്ള പത ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിൽ ലഹറോं की लतिकाओं में खिल, അത് കവി സങ്കല്പിക്കുന്നത് കുറേ വള്ളിച്ചെടികൾ, ലഹറാകുന്ന വള്ളിച്ചെടി എന്ന് വെച്ചാൽ ഈ ഈ വേവ്സ് ആകുന്ന വള്ളിച്ചെടിയിൽ എന്ത് പിടിച്ചിരിക്കുന്ന, ഫേലെ ഫൂലെ ജൽമേ, എന്താണ് ഈ വളരെയധികം, എന്താണ് ഫേലെ ഫൂലെ ജൽമേ, തഴച്ചു വളർന്നിരിക്കുന്ന ആ വള്ളിച്ചെടികളിൽ, ലത്തിക്കായിൽ എന്താണ് ഇഷ്ടം പോലെ കാണുന്നത്, സോ സോ ശശി സോ സോ ഉടു ഝിൽമിൽ, 100 കണക്കിന് ചന്ദ്രന്മാർ തിളങ്ങുന്ന പോലെ തോന്നി, 100 കണക്കിന് ചന്ദ്രൻ തിളങ്ങുന്ന പോലെ തോന്നി. അതുപോലെ 100 കണക്കിന് നക്ഷത്രങ്ങൾ, ഉടു എന്ന് പറയുമ്പോൾ നക്ഷത്രം. അപ്പോൾ ഇതൊരു വള്ളിച്ചെടി ഇങ്ങനെ പടർന്നു കിടക്കുന്ന പോലെ തോന്നി. ഈ ലഹർ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൽ 100 കണക്കിന് നക്ഷത്രങ്ങളും 100 കണക്കിന് ചന്ദ്രനും കാണാനിടയായി. അബുഥല സരിതാ കാ പ്രവാഹ, ലഗ്ഗി സേ ലേ ലേ സഹജ് ഥാഹ്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കരയിലോട്ട് അടുക്കാറായപ്പം, വള്ളം കരയ്ക്ക് അടുക്കാറായപ്പം, ഉഥല സരിതാ കാ പ്രവാഹ, ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. ഉഥൽന മീൻസ് കുറയുക, കം ഹോന, അധികം താഴ്ചയില്ലാതെ വരിക. ലഗ്ഗി സേ ലേ ലേ സഹജ് ഥാ, അപ്പം വള്ളം കരയ്ക്കോട് അടുക്കുമ്പോൾ ഈ നാടൻ വള്ളത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ നദിയുടെ മധ്യത്തിൽ വെള്ളം ഒഴുകുന്ന പോലെയല്ല, കരയോട് അടുക്കുമ്പോൾ അതിങ്ങനെ മണ്ണിനോട് ഇങ്ങനെ പൊന്തിപ്പോവും. അപ്പോൾ ഇവർക്ക് ലഗ്ഗി സേ ലേ ലേ സഹജ് ഥാഹ്, വളരെ സഹജായിട്ട്, വളരെ സാവധാനത്തോടു കൂടി അവർ ആ വെള്ളത്തിൻ്റെ ഥാഹ്, ആ ഒരു ഡെപ്ത്, ആഴം, അതവർക്ക് ആ കഴക്കോലുകൊണ്ട്, വള്ളത്തിൽ പല തുഴയാൻ ചെറിയ തുഴയുണ്ട്, അതുപോലെ വലിയ മുളയും വെക്കാറുണ്ട്, കഴുക്കോല് പോലെ. അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ആഴം മനസ്സിലാക്കി അവർക്ക് മനസ്സിലായി വളരെയധികം ആഴം കുറവാണ്, കാരണം അവർ കരയ്ക്ക് തൊട്ട് അടുത്തെത്തിയിരിക്കുന്നു. ഹം ബഡേ ഘാട്ട് കോ സഹോത്സാഹ്, അപ്പം ഞങ്ങൾക്ക് വളരെ മനസ്സ് നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. വളരെയധികം ആസ്വദിച്ച ഒരു യാത്രയ്ക്ക് ശേഷം വളരെ ഉത്സാഹത്തോടെ ഞങ്ങൾ തിരികെ ഘാട്ടിലേക്ക് വരുന്ന ഒരു വരവാണ്. അപ്പോൾ ഇത് ഒരു ബോട്ടിങ്ങിന് പോയിട്ട് ആ പോകുന്ന വഴിയിലെ എല്ലാ കാഴ്ചകളും വളരെ മനോഹരമായി തൻ്റെ ഇമാജിനേഷനിലൂടെ കവി വർണ്ണിക്കുകയും, ഇപ്പം തിരിച്ച് തൻ്റെ യാത്ര അവസാനിച്ച് ഇങ്ങനെ തിരിഞ്ഞ് കരയിലേക്ക് അടുക്കുന്ന ഒരു സമയമായി. അതാണ് പത്വാർ ഘുമാ അബ് പ്രതനു ഭാർ, नौका घूमी विपरीत धार, डांडों के चल करतल पसार, भर भर मुक्ता
सीताफल फेन स्वार, बिखराती जल में तार हार, चांदी के सांपों सी रलमल, नाचती रश्मियाँ जल में चल, रेखाओं सी खिंच तरल सरल, लहरों की लतिकाओं में खिल, सौ सौ शशि सौ सौ उडु झिलमिल, फैले फूले जल में फेनिल, अब उथला सरिता का प्रवाह, लग्गी से ले सहज था, हम बढ़े घाट को സഹോത്സാ. ഇതിൻ്റെ ഭാവാർത്ഥം അല്ലെങ്കിൽ വേർഡ് മീനിങ് എന്തെങ്കിലും ഡൗട്ട് വരാൻ സ്വാഭാവികമാണ്. കാരണം ഇത് വളരെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ വരുമ്പം ഈ വേർഡ് മീനിങ്സ് റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് സുമിത്രാനന്ദൻ പന്ത് എന്ന ഛായാവാദി പോയറ്റിൻ്റെ നോക്കാവിഹാർ എന്ന വളരെ പ്രശസ്തമായ ഈ പോയം, അതിൻ്റെ ലാസ്റ്റ് പദ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അദ്ദേഹം വളരെ ഫിലോസഫിക്കലാകുകയാണ്. നമ്മൾ കണ്ടു ഈ ഒരു നോക്കാവിഹാറിൽ അദ്ദേഹം പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആസ്വദിക്കുകയും അതിനെ അതിമനോഹരമായി അലങ്കാരങ്ങളും ഉപമകളും ഉത്പ്രേക്ഷവും പിന്നെ മാനവീകരണം ഇതെല്ലാം ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു ആ പ്രാകൃതിക സൗന്ദര്യത്തിൻ്റെ ആ ഭംഗി. പക്ഷേ ആ ഒരു നൗകാവിഹാർ അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ, വള്ളം കരയിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹം വളരെ ഫിലോസഫിക്കലാകുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ഒരു ദാർശനിക ഭാവം വരികയാണ്. ഈ ലാസ്റ്റ് പാസേജ് ജീവിതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ജന്മം, മരണം, ആത്മാവ്, പരമാത്മാവ്, ഇതെല്ലാം അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വ്യക്തി വളരെ ഫിലോസഫിക്കലാകുകയാണ്. ജോ ജോ ലഗ്തി ഹൈ നാവ് പാർ, ഉർമേ ആലോകിത് ശതവിചാർ. ജോ ജോ എങ്ങനെ നമ്മുടെ വള്ളം ഇങ്ങനെ കരയിലേക്ക് അടുക്കുന്നോ അതിനോടൊപ്പം തന്നെ ഉർമേ ആലോകിത് ശതവിചാർ, മനസ്സിലൊരു 100 കൂട്ടം സംശയങ്ങളിങ്ങനെ ഉണരുകയാണ്. ഉറെന്ന് വെച്ചാൽ ഹൃദയം. ഹൃദയത്തിൽ ഒരുപാട് 100 കണക്കിന് ചിന്തകളിങ്ങനെ പൊന്തി വരികയാണ്. എന്താണ് ചിന്ത വരുന്നത്? ഇസ് ധാരാസാഹി ജഗ് കാ ക്രം, ജീവിതത്തിൻ്റെ ഈ ക്രമം. ജീവിതത്തിൻ്റെ ക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു, ജനിക്കുന്നു മരിക്കുന്നു, ഈ ഒരു ക്രമം ഈ ധാരാസാഹി ഹെ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ തന്നെയല്ലേ? ഒരു വെള്ളം അങ്ങോട്ട് ഒഴുകുന്നു, ആ സ്പേസ് പിന്നെ വേറെ ഒരു കൂട്ടം വെള്ളം എടുക്കുന്നു. അങ്ങനെ ഈ ഒരു ക്രമം തന്നെയല്ലേ ജീവിതത്തിൽ മനുഷ്യൻ പിന്തുടരുന്നത്, എല്ലാ ജീവജാലങ്ങളും പിന്തുടരുന്നത്. ഇസ് ധാരാസാഹി ജഗ് കാ ക്രം, ശാശ്വത് ഇസ് ജീവൻ കാ ഉദ്ഗം. ഈ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്പത്തി, ഉദ്ഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിൻ, ലൈഫിൻ്റെ ഒറിജിൻ, ഉത്പത്തി, അതൊരു ശാശ്വതമായ സത്യമാണ്. ജനനമുണ്ട് എന്നുള്ളതൊരു ശാശ്വതമായ സത്യമാണ്. ശാശ്വത് ഹേ ഗതി, ശാശ്വത് സംഘം. ഈ ശാശ്വത് എന്ന വേർഡ് നിരന്തരം അദ്ദേഹം ഈ പാസേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. ശാശ്വത് എന്ന് പറയുമ്പം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു സത്യം, ഒരു നിലനിൽക്കുന്ന സത്യം. ശാശ്വത് ഹേ ഗതി. അതുപോലെ ജീവിതത്തിന് ഈ ഒരു ഗതി എന്ന് വെച്ചാൽ ഒരു ഒഴുക്ക്. ലൈഫുണ്ട്, ജനനം നടക്കുന്നു, പിന്നെ അതിങ്ങനെ ജീവിതം ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ ജീവിതത്തിനും ഒരു ഒഴുക്കുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ശാശ്വത് സംഘം. അതുപോലെ ഈ നദികൾ ചെന്ന് സാഗരത്തിൽ സംഗമിക്കും എന്നുള്ളതും ഒരു സത്യമാണ്. അതുപോലെ തന്നെ ജീവിതം കഴിഞ്ഞ് മരണമുണ്ട്, പരമാത്മാവിനോട് നമ്മൾ സംഗമിക്കും, അതും ഒരു സത്യമാണ്. ശാശ്വത് നഭ് കാ നീല വികാസ്, ശാശ്വത് ശശി കാ യഹ് രജത് ഹാസ്. ഈ നീല ആകാശ് കാ വികാസ്, നമ്മൾ പറയില്ലേ സ്കൈ, സെലസ്റ്റിയൽ ബോഡീസ്, സൺ, ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതുപോലെ ഈ നീല ആകാശ്, ഈ ആകാശത്തിൻ്റെ നീല വിസ്തീർണം, അതൊരു ശാശ്വതമായ സത്യമാണ്. ശാശ്വത് ശശി കാ യഹ് രജത് ഹാസ്. അതുപോലെ ചന്ദ്രൻ്റെ ഈ നിലാവ് ഉള്ള ആ ഒരു നിലാവിൽ കുളിച്ച ചന്ദ്രൻ്റെ ആ ഒരു ചിരി, അതും ഒരു ശാശ്വതമായ സത്യമാണ്. ശാശ്വത് ലഘു ലഹരോം കാ വിലാസ്. പിന്നെ കോൺട്രാസ്റ്റിലേക്ക് വരികയാണ്. വലിയ ആകാശം, നീലാകാശം ഒരു സത്യമാണ്. അതുപോലെ തന്നെ ലഘു ലഹരോം കാ വിലാസ്, കുഞ്ഞു കുഞ്ഞ് ഒഴുക്കുകൾ വെള്ളത്തിൽ, ചെറിയ ചെറിയ തിരമാലകൾ പോലത്തെ ഈ ഒഴുക്കുകളും അവരുടെ സന്തോഷവും അവരുടെ വിലാസവും അതും ഒരു സത്യമാണ്.
അവരുടെ ആ ഒരു കളിച്ചിരി അതും ഒരു സത്യമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജോ ജോ ലഗ്തി ഹൈ നാവ് പാർ ഉർമേ ആലോകിത് ശതവിചാർ. ഇസ് ധാരാ സാഹി ജഗ് കാ ക്രम शाश्वत इस जीवन का उद्गम. शाश्वत है गति शाश्वत संगम. शाश्वत नभ का नीला विकास. शाश्वत शशि का यह रजत हास. शाश्वत लघु लहरों का विलास. हे जग जीवन के कर्णधार चिर जन्म मरण के आर पार. शाश्वत जीवन नौका विहार. अब वो क्या कहते हैं, എന്താണ് പറയുന്നത്? ഹേ ജഗ് ജീവൻ കെ കർണധാർ, ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന പ്രഭു ഈശ്വര. ചിരജന്മ മരൺ കെ ആർ പാർ, ജീവിതത്തിൻ്റെ ജന്മവും മരണവും എല്ലാം നിശ്ചയിക്കുന്ന ആ ഒരു അപാരമായ സത്യം, ആ ഒരു ഇറ്റേണൽ ട്രൂത്ത്. ഹേ ഈശ്വര, ഹേ പ്രഭു, ശാശ്വത് ജീവൻ നൗകാവിഹാർ. അദ്ദേഹം ലാസ്റ്റിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ജീവിതം ഒരു നൗകാവിഹാറിനെ പോലെ തന്നെ ഒരു ശാശ്വതമായ സത്യമാണ്. ജീവിതം ഒരു നൗകാവിഹാറാണ്. എങ്ങനെ വള്ളം ഒരു വശത്തുനിന്ന് മറ്റേ വശത്ത് റിവറിൻ്റെ വശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു, അതുപോലെ തന്നെ ജന്മം എടുക്കുന്നതും മൃത്യു അണയുന്നതും ഇതൊരു ശാശ്വതമായ സത്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം ഒരു നൗകാവിഹാർ പോലെ തന്നെയാണ്. ഹേ ജഗ് ജീവൻ കെ കർണധാർ ചിരജന്മ മരൺ കെ ആർ പാർ. शाश्वत जीवन नौका विहार. मैं भूल गया अस्तित्व ज्ञान जीवन का यह शाश्वत प्रमाण. करता मुझको अमृतदान. मैं भूल गया अस्तित्व ज्ञाൻ, ഞാൻ എൻ്റെ ആ ഒരു എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു അത് ഞാൻ മറന്നുപോയി. കാരണം നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ ശരീരം ത്യജിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ ജന്മം എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അസ്തിത്വ ജ്ഞാൻ ഞാൻ ആക്ച്വലി മറന്നുപോയി. ജീവൻ കാ യഹ ശാശ്വത് പ്രമാൺ, ജീവിതത്തിൻ്റെ ആ ഒരു ഇറ്റേണൽ പ്രൂഫ്, ട്രൂത്ത്. ആത്മാവ് ജീവാത്മാവായിട്ട് ഒത്തുചേർന്ന് മരണം സംഭവിക്കുമ്പം നമ്മൾ ആക്ച്വലി മരിക്കുന്നില്ല, നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല. ആ ഒരു സത്യം ഞാൻ മറന്നുപോയി. ആ ഒരു അറിവ് അതെനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്? വോ കർത്താ മുജ്കോ അമരത്വദാൻ. അതെനിക്കൊരു അമരത്വം കിട്ടിയതുപോലാണ്. മരണത്തോടെ എൻ്റെ ജീവിതം തീരുന്നില്ല എന്നുള്ളൊരു ബോധം എന്നിലൊരു അമരത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ലൈഫ് ഇനിയും മുന്നോട്ട് പോകുന്നു. ഈശ്വരനായിട്ട് പരമാത്മാവുമായിട്ട് ഒത്തുചേർന്ന് കഴിഞ്ഞും ഞാൻ എൻ്റെ ശരീരം മാത്രമേ ത്യജിക്കുന്നുള്ളൂ എന്നുള്ളൊരു ബോധം വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് ഞാനൊരു അമരത്വം നൽകി. അമർ എന്ന് വെച്ചാൽ ജിസ്കി മൃത്യു നാ ഹോ, ദേവന്മാരാണ് അമർ എന്ന് പറയുന്നത്. അവർ ഒരിക്കലും അവർക്ക് മരണമില്ല. ആ ഒരു അറിവ് എനിക്ക് ഈ ഒരു നൗകാ വിഹാറിൽ നിന്നാണ് കിട്ടിയത്. ജോ ജോ ലഗ്തി ഹൈ നാവ് പാർ ഉർമേ ആലോകിത് ശതവിചാർ. ഇസ് ധാരാ സാഹി ജഗ് കാ ക്രम शाश्वत इस जीवन का उद्गम. शाश्वत है गति शाश्वत संगम. शाश्वत नभ का नीला विकास. शाश्वत शशि का यह रजत हास. शाश्वत लघु लहरों का विलास. हे जग जीवन के कर्णधार चिर जन्म मरण के आर पार. शाश्वत जीवन नौका विहार. मैं भूल गया अस्तित्व ज्ञान जीवन का यह शाश्वत प्रमाण. करता मुझको അമരത്വദാൻ. നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ബോട്ടിങ്ങിൽ ഉടനീളം ഈ നൗകാ വിഹാറിൽ വളരെയധികം പ്രാകൃതിക സൗന്ദര്യങ്ങൾ ആസ്വദിച്ച് അത് വളരെ മനോഹരമായി വർണ്ണിക്കുകയും ചെയ്തൊരു കവി ആ ഒരു ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് കരയിലേക്ക് എത്തുമ്പോൾ വളരെ ഫിലോസഫിക്കലാവുകയാണ്. ജീവിതം ഒരു നൗകാ വിഹാറാണെന്നും അത് നിയന്ത്രിക്കുന്ന ഈശ്വരനോട് ആ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു ബോട്ട് യാത്രയിൽ എനിക്ക് ഒരുപാട് അറിവ് കിട്ടി. ഈ ഒരു നീലാകാശം ഒരു സത്യമാണെങ്കിൽ, ചന്ദ്രൻ്റെ നിലാവ് ഒരു ശാശ്വതമായ സത്യമാണെങ്കിൽ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും ഒരു സത്യമാണെങ്കിൽ, ഈ വെള്ളത്തിൽ അനങ്ങുന്ന ചെറിയ ചെറിയ തിരമാലകൾ വരെ ഒരു സത്യമാണെങ്കിൽ, ഞാൻ വേറൊരു സത്യം മനസ്സിലാക്കിയത് ഈ ജീവിതം തന്നെ ഒരു നൗകാ വിഹാർ പോലെയാണല്ലോ. ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് വള്ളം പോയി വരുന്നത് പോലെ ജന്മവും മരണവും ഇത് രണ്ടും തരണം ചെയ്ത് പരമാത്മാവിൻ്റെ ഒരു സംഗമം നടക്കുന്നത് ഒരു ശാശ്വതമായ സത്യമാണെങ്കിൽ, ആ ഒരു
എൻ്റെ അസ്തിത്വജ്ഞാൻ, എൻ്റെ അസ്തിത്വത്തിനെ പറ്റിയുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയത് അതെനിക്കൊരു ജീവിതത്തിൻ്റെ ഒരു ശാശ്വതമായ പ്രമാൺ പോലെയാണ്, ഒരു പ്രൂഫ് പോലെയാണ്. അതെനിക്ക് ജീവിതത്തിൻ്റെ ഒരു ശാശ്വതമായ ഒരു പ്രൂഫാണ്. അതെനിക്ക് അമരത്വം വരെ നൽകുന്നു. കാരണം ജീവിതം ഇനിയും മുന്നോട്ട്, മരണത്തിന് ശേഷവും ഞാൻ വേറൊരു രൂപത്തിലുണ്ട് എന്നുള്ളൊരു അറിവ് എനിക്ക് നൽകുന്നു. അതാണ് സുമിത്രാനന്ദൻ പന്തിൻ്റെ നോക്ക വിഹാർ.